السلام عليكم ورحمة الله وبركاته. بسم الله عظيم القدرة والشان، شديد البطش والبرهان. حافظ الدين والقرآن. بسم الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. أعلم أن الله على كل شيء قدير، وأن الله قد أحاط بكل شيء علما. اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها، إن ربي على صراط مستقيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا عبده ورسوله، أرسله بالهدى ودين الحق بشيرا ونذيرا، وداعيا إلى الله بإذنه وسراجا منيرا، ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد، كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الأمين الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. بلغ العلا بكماله، كشف الدجى بجماله، حسنت جميع خصاله. صلوا عليه وآله. اللهم صل وسلم وبارك عليه. يا صاحب الوقت جبهتي تحت نعالكم، أعظ بحكم نيابة عنكم. يا صاحب البغداد
كل حاضري يا مطلب الحاجات عبد القادر يا صاحب الأجمير كل ناصري يا مطلب الحاجات خجا سنجري يا صاحب المدبور كل حافظي يا مطلب الحاجات سيم الولي. ഏറെ ബഹുമാനം നിറഞ്ഞ ആദം മഹ്സനി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെ, കർണാടക സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SSFന്റെ സംസ്ഥാന സെക്രട്ടറി അലി സാഹിബ് അടക്കം കർണാടക മുസ്ലിം ജമാഅത്തിന്റെയും SYSന്റെയും SSFന്റെയും ഒക്കെ നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിയുടെ ഒക്കെ ആദരണീയരായ നേതാക്കളെ, കരളിന്റെ കഷ്ണങ്ങളായ മുഅല്ലിം മുതഅല്ലിം സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, യുവ സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, അല്ലാഹു ജല്ല ജലാലു സൗണ്ട് കൂട്ടിക്കൊടുക്കുമോനെ അല്ലാഹു ജല്ല ജലാലു മഹത്തായി മജ്ലിസ് താജുൽ ഉലമയുടെ ബറക്കത്ത് കൊണ്ട് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി അല്ലാഹു സ്വീകരിക്കട്ടെ. മഹാന്മാരായ ഔലിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ പൊരുത്തത്തിൽ ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, കുട്ടികൾ, കുടുംബം, കൂട്ടുകാർ, സ്നേഹജനങ്ങൾ, നമ്മുടെ മഹത്തായി മജ്ലിസിന്റെ, നമ്മുടെ പള്ളി, നമ്മുടെ സംവിധാനങ്ങളുടെ, സ്ഥാപനങ്ങളുടെ, പ്രസ്ഥാനത്തിന്റെ ഗുണകാംക്ഷികൾ, സഹായികൾ, സഹകാരികൾ, ഇവിടെ എത്തിയപ്പോൾ സ്വീകരിച്ചവർ, ഭക്ഷണം തന്നവർ, നമുക്കെല്ലാവർക്കും അല്ലാഹു തആല അവന്റെ മുഖറബുകളായ ഇബാദുകളിൽ ഇടം നൽകട്ടെ. നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത്, മഹാന്മാരോടൊത്ത് ജന്നത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മെയും നമ്മിൽ നിന്ന് മരണപ്പെട്ട എല്ലാവരെയും അല്ലാഹു തആല അവന്റെ നരകത്തെ തൊട്ട് കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ സകല പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളുമൊക്കെ അല്ലാഹു എളുപ്പത്തിൽ തീർത്ത് ശിഫയാക്കി തരട്ടെ. പൂർണ്ണമായ ആഫിയത്തോടെ റാഹത്തോടെ അവന്റെ ദീനിന്റെ ഖിദ്മത്തിൽ അല്ലാഹു നമുക്കും അവർക്കും ദീർഘായുസ്സ് നൽകട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടെ കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹു നമുക്ക് ഈ മജ്ലിസ് സബബാക്കി തരട്ടെ. മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ അല്ലാഹു തആല നമുക്ക് അവസരം നൽകട്ടെ. ബഹുമാനം നിറഞ്ഞ മോമിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് അഭിവന്യരായ നേതൃത്വം മർഹൂം താജുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ അനുസ്മരണ പരിപാടി മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടി അല്ലാഹു തആല നമുക്ക് ഭാഗ്യം നൽകിയല്ലോ. അല്ലാഹു തആല മഹാന്മാരുടെ പൊരുത്തത്തിൽ നമുക്ക് ഒരുപാട് ഖൈറാത്തുകൾക്ക് തൗഫീഖ് നൽകട്ടെ. ജീവിതം മുഴുവനും അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിച്ച് തീർത്തവരാണ് മുൻഗാമികളായ നമ്മുടെ മഹത്തുക്കൾ. ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടിന്റെ സമയമാണ്. അവരെ ജീവിതത്തിൽ എഴുതി വെച്ചത് നമ്മുടെ ജീവിതത്തിൽ വായിച്ചു തീർക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നതാണ്. ഹജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹിമഹുല്ലാഹ്, അല്ലാഹു തആല അവിടുത്തെ ബറക്കത്ത് അല്ലാഹു നമുക്ക് നൽകട്ടെ.
അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാ സയ്യിദുനാ അബൂബക്കർ അസ്സദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് ജമാദുൽ ഉഖറ ഈ മാസം 22-നാണ്. ഇപ്പൊ ധാരാളം മഹാന്മാർ ശൈഖുന ബഹറുൽ മോക്കെ ഉസ്താദ് അടക്കം ഒരുപാട് മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ ഔലിയാക്കളുടെ ആലിമീങ്ങളുടെ ഒക്കെ ആണ്ട് നടക്കുന്ന സമയമാണ്. പിന്നൊരു പ്രത്യേകത, ഈ ഉമ്മത്ത് വലിയ സങ്കടത്തിലും പ്രതിസന്ധിയിലുമൊക്കെ നിന്നപ്പോൾ നമുക്ക് നേതൃത്വമായി അജയ്യമായി ധൈര്യം നൽകിയ മഹാനായ താജുൽ ഉലമയുടെ ആണ്ടിന്റെ മാസമല്ല ഇത്. താജുൽ ഉലമ വഫാത്ത് റബീഉൽ ആഖിർ 1-നാണ്. റബീഉൽ ആഖിറും കഴിഞ്ഞു, ജമാദുൽ അവ്വലും കഴിഞ്ഞു, ജമാദുൽ ഉഖറയിലാണ് നമ്മളുള്ളത്. എന്നിട്ടും താജുൽ ഉലമയുടെ അനുസ്മരണ പരിപാടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്, താജുൽ ഉലമയുടെ അനുസ്മരണ പരിപാടികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് അവിടത്തെ ഒരു ഇസ്സത്തും പ്രതാപത്തെയും പ്രത്യേകമായി വിളിച്ചോതുകയാണ്. അല്ലാഹു തആല മഹാന്മാരുടെ തണല് നൽകട്ടെ. നമ്മൾ വലിയ ഭാഗ്യമുള്ളവരാണ്. സൗഭാഗ്യങ്ങൾ ധാരാളം അല്ലാഹു തആല നൽകിയവരാണ്. ഞാൻ ഇന്നൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി. നമ്മുടെ SYSന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ക്ലാസ്സിന് എന്നെ ക്ഷണിച്ചു. ആ ക്ലാസ്സിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് പറയേണ്ടതെന്ന് എനിക്കൊരു പിടുത്തുണ്ടായില്ല. സാധാരണ സംസാരിക്കുന്ന സദസ്സല്ല മുന്നിലുള്ളത്. നമ്മളെല്ലാവരും, നിങ്ങളെല്ലാം കർണാടകക്കാരാണ്, ഞാൻ കേരളക്കാരനാണ്. കർണാടകയുടെ ഈ ദക്ഷിണ കന്നഡയുടെ ഈ ഭാഗത്തൊക്കെ നമ്മളെല്ലാവരും ഏകദേശം ഒരേ ഭാഷ അറിയുന്നവരായതുകൊണ്ട് ഹസൻ ഉസ്താദ് എനിക്ക് കന്നഡയിൽ പോസ്റ്റ് അയച്ചു. അപ്പൊ ഞാൻ ഉസ്താദിനോട് തമാശക്ക് പറഞ്ഞു, എനിക്കിത് വായിക്കാനൊന്നും അറിയില്ല. അപ്പൊ ഉസ്താദ് പറഞ്ഞു ഇംഗ്ലീഷിലാക്കി അയച്ചു തരാന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, തമാശക്ക് പറഞ്ഞതാ. കന്നഡ എനിക്ക് അറിയില്ലെങ്കിലും നിങ്ങൾക്കൊക്കെ മലയാളം അറിയുന്നത് കൊണ്ട് നമ്മുടെ വാളും ദൈനീ ദഅവത്തും ഒക്കെ അങ്ങനെ നടക്കുകയാണ്. അല്ലാഹു തആല നമുക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത്, ഭാഷാ പ്രശ്നമുള്ളത് കൊണ്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടായി എന്നല്ല. സദസ്സിലുള്ളവരൊക്കെ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്നവരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഭാഷ സംസാരിക്കുന്നവരായതുകൊണ്ടോ ഉണ്ടായ ഒരു പ്രതിസന്ധിയല്ല. മറിച്ച് ഞാൻ ഇന്ന് ക്ലാസ് എടുത്തത് സംസാരിക്കാൻ കഴിയാത്ത, കേൾവി ശക്തി തീരെയില്ലാത്ത ആളുകൾക്കാണ്. സുബ്ഹാന ജല്ല ജലാലു. സദസ്സിൽ ധാരാളം ആളുകളുണ്ട്. എനിക്ക് അത്ഭുതമായി പോയി, ഇത്രയും ആളുകൾ ഈ ജില്ലയിൽ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകുമോ എന്ന്. അതിന്റെ സംഘാടകരായിട്ടുള്ള ആള് പറഞ്ഞു, ഇതല്ല, ഇതിനേക്കാൾ 4-5 ഇരട്ടി ആളുകളുണ്ട്. അതിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഈ പ്രോഗ്രാമിൽ ഇന്ന് വന്നിട്ടുള്ളൂ. ഇനി മാസത്തിൽ ഇങ്ങനെ ക്ലാസ് വെക്കാനാണ് തീരുമാനം എന്ന് പറഞ്ഞു. അപ്പൊ അത് അവരുടെ ഭാഷയിൽ, ആംഗ്യ ഭാഷയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ, ആശയം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ മഅദനിലുള്ള ഒരു ഉസ്താദും കൂടി സ്റ്റേജിൽ ഉണ്ടായിരുന്നു. മഹാനായ ഖലീൽ തങ്ങൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞത്, ആ സദസ്സിനോട് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് ഈ സദസ്സിൽ ഒരിക്കൽ പറഞ്ഞപ്പോൾ നിങ്ങൾ സ്വലാത്തിൽ, രണ്ടാമതും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കുറച്ചുകൂടി സൗണ്ട് കൂട്ടി സ്വലാത്ത് ചെല്ലാനാണ് പറഞ്ഞത്. അതുകൊണ്ട് ഒച്ചത്തിൽ ഒന്നുകൂടി ചൊല്ലി, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. 1000 തവണ അവിടെ മുത്തുനബിന്റെ പേര് പറഞ്ഞാലും ആ സദസ്സൊന്നും സലാത്ത് കേൾക്കൂല. കാരണം അവർക്ക് മനസ്സിലാവൂല. പക്ഷെ അവർക്ക് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയാം. അവർക്ക് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയുമ്പോൾ അവരുടെ ഭാഷയിൽ, ഞാൻ ഉസ്താദിനോട് അത് തർജുമ ചെയ്തു കൊടുത്ത ഉസ്താദിനോട് ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഇവർക്കത് മനസ്സിലാവുക? അപ്പൊ അതിന് പ്രത്യേകമായ കോഡുണ്ട്. അവർ കാണിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ് പറയുന്നത് എന്ന് അദ്ദേഹത്തിന്റെ ആംഗ്യത്തിൽ അവർക്ക് മനസ്സിലായാൽ പോലും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലാൻ അവർക്ക് കഴിയില്ല. അവരുടെ നാവ് ചലിക്കില്ല. ചലിച്ചാലും ശബ്ദം പുറത്തു വരില്ല. ഈ സദസ്സിലിരിക്കുമ്പോൾ ഇന്നെന്നെ ആ ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ ആ ക്ലാസ് കിടക്കുമ്പോഴേ എനിക്ക് ഇങ്ങനെ ഒരു പ്രയാസങ്ങളുണ്ട്. മാനസികമായി വലിയ സങ്കടവും സംഘർഷവുമുണ്ട്. എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംസാരിക്കാൻ അല്ലാഹു അവസരം തന്നല്ലോ. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഖൈറാത്ത് അവരുടെ കൽബിൽ കയറട്ടെ എന്ന് കരുതിയിട്ട് സംസാരിച്ചതാണ്. ഞാൻ പറഞ്ഞത്, ഞാനിങ്ങനെ ആലോചിച്ചു, വഅദ് പറയുമ്പോ സ്വലാത്ത് ശബ്ദം പോരെങ്കിൽ ഉറക്കെ ആമീൻ പറഞ്ഞിട്ടില്ലെങ്കിലൊക്കെ നമ്മൾ ഉറക്കെ ആമീൻ പറയൂ എന്ന് പറയും. നിങ്ങൾക്ക് തന്നെ മൈക്ക് ശരിയില്ലെങ്കിൽ, സൗണ്ട് ശരിയില്ലെങ്കിൽ ശരിയാക്കുമെന്ന് പറയും. അവിടെ എത്ര ശരിയാക്കിയാലും ആ സദസ്സിൽ അത് ഫലിക്കൂല. അപ്പൊ അത്രമാത്രം പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാനിത് പറഞ്ഞത്. അല്ലാഹു തആല നൽകിയ നിഅമത്തിനെ കുറിച്ച് ബോധ്യപ്പെടാൻ. പക്ഷെ അവരോട് ഞാൻ പറഞ്ഞത്, അവർ പരിമിതി ഉള്ളവരാണ്, അവര് പ്രയാസങ്ങൾ ഉള്ളവരാണ്, അനുഭവിക്കുന്നവരാണ്. അവരോട് പറഞ്ഞത് അവരുടെ പരിമിതിയുടെ ഇടയിൽ നിന്ന് അള്ളാഹുവിനെ അറിയാനാണ്. അവരോടത് പറയുമ്പോഴേ എന്റെ കൽവിങ്ങനെ കത്തുന്നുണ്ട്. ഒരു പരിമിതിയും ഒരു പരിധിയും ഇല്ലാതെ സംസാരിക്കാൻ ഭാഗ്യം കിട്ടിയ നമുക്ക് വേണ്ടതുപോലെ അള്ളാഹുവിന്റെ കലാമ് പാരായണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? സംസാരിക്കാൻ കഴിയാത്തവനോട് സംസാരിക്കുമ്പോൾ നിങ്ങളോട് ദിക്റ് ചൊല്ലണം, നിങ്ങൾ ഖുർആൻ ഓതണമെന്ന് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് ഓതാൻ കഴിയില്ല. അങ്ങനെയുള്ള ആളുകളോട് പറയുമ്പോൾ ഇതൊക്കെ കഴിയുന്ന നമുക്ക് ഇത്രയും കാലമായിട്ട് 47 വയസ്സായി എനിക്ക്. അള്ളാഹു നമുക്ക് എല്ലാം ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ നൽകട്ടെ. നമുക്ക് വേണ്ടതുപോലെ അത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ആലോചിക്കാനാണ് ഞാൻ എന്നോടും നിങ്ങളോടും ഇത് ഓർമ്മപ്പെടുത്തിയത്. ഞാൻ ആ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, പരിമിതി എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് നൽകുന്ന മറ്റൊരു അനുഗ്രഹമാണ്. കാഴ്ചയില്ലാതിരിക്കുക, കേൾവിയില്ലാതിരിക്കുക, സംസാരിക്കാൻ കഴിയാതിരിക്കുക എന്നത് ഭൗതികമായ സാഹചര്യത്തിൽ വലിയ സങ്കടമാണെങ്കിലും ആത്മീയമായ ലോകത്തതൊരു വലിയ ഖൈറായിട്ട്, വലിയ ദറജയായിട്ട് തിരിച്ചു വരാനുണ്ട്. നേരത്തെ പറഞ്ഞ മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹിമഹുല്ലാഹ്, ഗസാലി ഇമാം പറയുന്നുണ്ട്, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മഹ്ശറിലെത്തിയാൽ ആദ്യമായി വലതുഭാഗത്തേക്ക് അസ്ഹാബുൽ യമീൻ, വിജയികളായ വലതുപക്ഷക്കാരായി മാറ്റി നിർത്തപ്പെടുന്നവരാരാണ്? ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്നത് ദുനിയാവിൽ കണ്ണിന് കാഴ്ചയില്ലാത്തവരാണ്. കാഴ്ചയില്ലാത്ത ആളെ കാണുമ്പോൾ നമുക്ക് സഹതാപം തോന്നാറുണ്ടോ? അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകർഷത തോന്നാറുണ്ടോ? കണ്ണിന് കാഴ്ചയില്ലാത്ത ആളുകളെ കാണുമ്പോ ഇവനൊരു ശരിയില്ലാത്ത ആളാണ് എന്ന് തോന്നാറുണ്ടോ? കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാൾ നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോ എന്തെങ്കിലും സഹായം ചോദിക്കാനായിരിക്കും അയാൾ മെല്ലെ തടഞ്ഞു വരുന്നത്, തപ്പി വരുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് മെല്ലെ മാറാമെന്ന് ആലോചിക്കാറുണ്ടോ? നിങ്ങൾ ബസ്സിൽ കയറുന്ന സമയത്ത് ബസ്സിലെ സീറ്റിൽ ഇരിക്കുമ്പോ കാഴ്ചയില്ലാത്ത ഒരാൾ മെല്ലെ ഒരു വടിയും കുത്തിയിട്ട് ആരെങ്കിലും കൈപിടിച്ചിട്ട് നമ്മുടെ സീറ്റിന്റെ അടുക്കൽ വന്നാൽ ഇയാൾ എന്തിനാണ് എന്റെ സീറ്റിന്റെ അടുക്കൽ തന്നെ വന്ന് നിൽക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ആലോചിക്കാറുണ്ടോ? അതല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ കണ്ണിന് കാഴ്ച നൽകിയിട്ടുണ്ട്, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യം നൽകിയിട്ടുണ്ട്. ഇയാൾക്ക് കണ്ണിന് കാഴ്ച കൊടുക്കാൻ അല്ലാഹുവിങ്കൽ കാഴ്ച ഇനി ഇല്ലാഞ്ഞിട്ടല്ല, ഇയാളെ കണ്ണിന് കാഴ്ച ഫിറ്റാക്കാൻ അല്ലാഹു അശക്തനായിട്ടല്ല, മുസവ്വിറായ ഖാലിഖായ റബ്ബിനതിന് കഴിയാഞ്ഞിട്ടല്ല, മറിച്ച് ഇയാൾക്കൊരു പരീക്ഷണമായി കാഴ്ച കൊടുക്കാതിരുന്നതാണ്. എന്റെ കണ്ണിന്റെ കാഴ്ച അല്ലാഹു തന്ന മറ്റൊരു പരീക്ഷണമാണ്.
അതുകൊണ്ട് കാഴ്ചയുള്ള എനിക്ക് ഇയാളെയും കൂടെ പരിഗണിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി ആ പാവപ്പെട്ടവന്റെ കൈപിടിക്കാറുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അസ്ഹാബുൽ യമീനിലേക്ക് ആദ്യമായി മാറ്റി നിർത്തപ്പെടുന്നത് ദുനിയാവിൽ കാഴ്ചയില്ലാത്ത ആളുകളാണ്. അപ്പൊ കാഴ്ച ഇല്ലാതിരിക്കുക എന്നത് ഞാൻ ഇന്ന് അവരോട് പറഞ്ഞതാണ്. കാഴ്ച ഇല്ലാതിരിക്കുക എന്നുള്ളതും ടെൻഷൻ അടിക്കേണ്ട, ആത്മീയമായ ഒരു ഖൈറാണ്. സംസാരിക്കാൻ വേണ്ടി ധാരാളം സംസാരിക്കാം. എത്രയാണ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ സംസാരിക്കുന്നത്? എത്രയാണ് മനുഷ്യൻ അവന്റെ നാവ് കൊണ്ട് സംസാരിക്കുന്നത്? സത്യത്തില് ഒരു കമ്പ്യൂട്ടർ വെച്ചിട്ട് പുതിയ ടെക്നോളജി ഉപയോഗപ്പെടുത്തിയിട്ട് ഒരാൾ ഒരു ദിവസം പറയുന്ന വാചകങ്ങൾ മുഴുവനും ഒരു പുസ്തകമാക്കുകയാണെങ്കിൽ ഒരു ദിവസത്തെ സംസാരം തന്നെ ഒരു പുസ്തകം ഉണ്ടാവൂലേ? എഴുതുന്നല്ലേ പറയുന്നു. രാവിലെ മുതൽ നമ്മൾ സംസാരിക്കുന്നത് വെറുതെ എഴുതി വെക്കുകയാണെങ്കിൽ, റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസത്തെ സംസാരം ഒരു പുസ്തകം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് ഈ സംസാരം തുടങ്ങിയത്? ഒരു കുട്ടി ജനിച്ചിട്ട് ആ കുഞ്ഞിങ്ങനെ വളർന്ന് വരികയാണ്. ഒരു വയസ്സാകുമ്പോഴേക്ക് ഉപ്പാക്ക് ആദിയാണ്, ഉമ്മക്ക് പേടിയാണ്, മോന് മിണ്ടാൻ തുടങ്ങിയിട്ടില്ല. ഒരു വയസ്സുള്ള കുഞ്ഞ് ഉപ്പാന്ന് വിളിച്ചിട്ടില്ല, ഉമ്മാന്ന് വിളിക്കുന്നില്ല. അതിനിങ്ങനെ ഉപ്പാന്ന് വിളിക്കുമോനെ, ഉമ്മാന്ന് വിളിക്കുമോനെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചെറിയ മക്കളോട് നമ്മൾ പറയുന്നതാണ്. നമ്മുടെ ഉമ്മമാരും നമ്മുടെ ബാപ്പമാരും നമ്മളോട് ആവശ്യപ്പെട്ടതാണ്. ഉപ്പാ ഉപ്പാ ഉപ്പാന്ന് വിളിക്കാൻ പറയുമ്പോൾ ഒരു പാ മാത്രം കുഞ്ഞിന്റെ നാവിലൂടെ പുറത്തു വന്നാൽ ഉപ്പാന്ന് തികച്ചും വിളിച്ചിട്ടില്ല, ഊ എന്നേ വിളിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു പാന്ന് മാത്രമേ നാവെന്ന് പുറത്തു വന്നിട്ടുള്ളൂ. ഉപ്പ ഹിമാലയത്തിന്റെ മേലെ കയറിയ പവറിലായിരുന്നു. മോൻ ഉപ്പാന്ന് വിളിച്ചു, ഉമ്മാന്ന് വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് ഉമ്മ ഇങ്ങനെ ശാഠ്യം കൂടുകയാണ്. മോന്റെ കവിളത്ത് മുട്ടുകയാണ്, മോന്റെ കൈ പിടിച്ചിട്ട് മെല്ലെ കൊടയാണ്. പൊന്നുമോളോട് പറയുന്നു, മോളെ ഉമ്മാന്ന് വിളിക്ക്. ഉമ്മാന്ന് വിളിക്കുമ്പോ ഒരു മീമിന്റെ ശബ്ദം മാത്രം പുറത്തു വന്നപ്പോൾ ഉമ്മ എന്തൊരു വലിയ സന്തോഷത്തിലാണ് പറഞ്ഞത്. ഉമ്മാന്നാണ് ആദ്യം വിളിച്ചത്. ഉമ്മ ഭാഷയാണ്, ഉമ്മാന്നാ വിളിച്ചത്, ഉപ്പാന്നാ വിളിച്ചത്. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ സാധാരണ നടക്കുന്നതാണ്. അന്ന് തുടങ്ങിയ സംസാരമാണ്. ഇനി ഈ സംസാരം തീർന്ന് ലാസ്റ്റ് മൻ കാന ആഖിറു കലാമിഹി ഇൻദൽ മൗതി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നah സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ സംസാരത്തിനൊരു അവസാനമുണ്ട്. ഈ സംസാരം നിലച്ചു പോകുന്ന ഒരു സമയമുണ്ട്. ഇനി അതിന്റെ അപ്പുറം വേറൊരു വാക്കും ദുനിയാവിൽ പറയാനില്ല. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുന്ന സമയമാണത്. ഏറ്റവും വലിയ പരീക്ഷണത്തിന്റെ ഘട്ടമാണത്. ആ സമയത്ത് വിജയിക്കാൻ ആവശ്യമായ ഒരു കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ പരിശുദ്ധമായ കലിമത്ത് ഉച്ചരിച്ചുകൊണ്ടൊരാൾ പോയാൽ, ഒരു മോമിനായ മനുഷ്യൻ തീർന്നുപോയാൽ അവൻ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു, സ്വർഗം റെഡിയായെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെയൊക്കെ സംസാരം കൊണ്ട്, വാളുകൾ കൊണ്ട്, ദിക്റ് കൊണ്ട്, നമ്മുടെ ഖുർആൻ കൊണ്ട്, നമ്മുടെ നിസ്കാരം കൊണ്ട്, നമ്മൾ എന്ത് നാവുകൊണ്ട് ഖൈറാത്തുകൾ ചെയ്യുമ്പോഴും നമ്മുടെ ഖൽബിൽ എപ്പോഴും തുടിച്ചു നിൽക്കേണ്ട ഏറ്റവും വലിയ അഭിലാഷമാണ് ആഖിബത്തൊന്ന് നന്നാക്കണേ അല്ലാഹ്. ദിക്റ് ചൊല്ലി മരിക്കാൻ കഴിയണം. ഒരാളും ഓർമ്മപ്പെടുത്താതെയും ദിക്റ് ചൊല്ലി മരിക്കാൻ കഴിയണം. അല്ലാഹു ഭാഗ്യം നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഈ നാവ് കൊണ്ട് അനർത്ഥങ്ങൾ എത്രയാണ് മനുഷ്യന്മാരുണ്ടാക്കുന്നത്. മൻ കസുറ കലാമുഹു കസുറ ദുനൂബുഹു വമൻ കസുറ ദുനൂബുഹു മാത ഖൽബുഹു വമൻ മാത ഖൽബുഹു ദഖല ഫിന്നാർ. സംസാരമേറുന്നവന്റെ കുറ്റങ്ങൾ അധികരിക്കും. കുറ്റങ്ങൾ അധികരിച്ചവന്റെ ഹൃദയം മരിക്കും. ഹൃദയം മരിച്ചവൻ നരകത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്.
ശരിക്കും ഞാൻ ആ സദസ്സിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു പോയി, റബ്ബേ നമ്മളെ നാവ് കൊണ്ട് എന്തൊക്കെയാണ് ഈ പറയുന്നത്. ഒരു 2 കൈ കൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് പൊക്കി. അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു, അത് മനസ്സിലായ ഒരാൾ പറഞ്ഞു, ഒരു തക്ബീർ ചെല്ലുന്നു. ഒരു സന്തോഷം കൊണ്ട്. ഇയാളുടെ ഭാഷ എന്റെ ഭാഷ മനസ്സിലായിട്ടല്ല, ഇദ്ദേഹത്തിന്റെ ഈ അവരുടെ ആംഗ്യ ഭാഷയിൽ ഇത് വിശദീകരിച്ചു കൊടുത്തപ്പോ ഏതോ ഒരു വിഷയം പറഞ്ഞപ്പോ 1-2 തവണ അവരിങ്ങനെ 2 കൈയും പൊക്കി. അധികം ആളുകളും ഇപ്പൊ തക്ബീറിലാണ്. നിങ്ങൾ ആലോചിക്കൂ, ഒരു ദിക്റ് ചൊല്ലാൻ കഴിയാതെ പരിമിതിയുള്ളവന്റെ ജീവിതത്തിന്റെ ടെൻഷൻ. ഞാനിത് പറയുന്നത് ആ സദസ്സിൽ പറയാൻ ഇത് കഴിയില്ല, അതുകൊണ്ട് ഈ സദസ്സിൽ പറയുന്നത്. അവരോട് പറഞ്ഞത് അവരുടെ നന്മകളാണ്, അവരോട് അതല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഞാൻ സംസാരിക്കാൻ കഴിയുന്ന കേൾവി ശക്തിയുള്ള എന്റെ സദസ്സിനോട് ഞാൻ ചോദിക്കുന്നത്, നമ്മൾക്ക് അള്ളാഹുവിന് വേണ്ടതുപോലെ നന്ദി ചെയ്യാനും ശുക്ർ ചെയ്യാനെല്ലാം കഴിഞ്ഞിട്ടുണ്ടോ? അള്ളാഹു നമ്മളെ ശാകിരീങ്ങളായ ഇബാദുകളിൽ പെടുത്തി തരട്ടെ. അള്ളാഹുവിനെ ശരിക്കും ഭയപ്പെടണം, അള്ളാഹുവിന് ശരിക്കും നന്ദിയുള്ളവരാകണം. മഹാനായ താജുൽ ഉലമായ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം മുഫ്നിൽ ലിഅൻഫാസിഹി ഫിൽ ഇൽമി വദ്ദിക്രി ഫീ ഇർശാദി ഖൽഖിൻ ഇലാ നൂരിൽ ഹിദായാത്തി. മഹാനവറുകളുടെയൊക്കെ ജീവിതത്തിൽ ഈ അടുത്ത കാലത്ത് ജീവിച്ചവരല്ലേ അവരൊക്കെ അവരുടെ ജീവിതം കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വെളിച്ചത്തിന്റെ ആ പ്രകാശത്തിന്റെ ചെറിയ ഒരു വട്ടത്തിൽ നമ്മളിങ്ങനെ പോകുന്നത്. അല്ലാഹു തആല ദറജയേറ്റി കൊടുക്കട്ടെ. ഖുർആനിൽ ലദ്ദത്ത് കണ്ടെത്തിയ മഹാൻ, ധാരാളം ഖുർആൻ ഓതുക. റമദാനു ശരീഫിൽ ചുരുങ്ങിയത് 15 ഖത്ത് ഓതുന്ന പറയുന്നു. ഒരാഴ്ച 2 ആഴ്ച 10-15 ദിവസത്തിനപ്പുറം എന്തായാലും ഒരു ഖത്തം പോകൂല സാധാരണഗതിയിൽ. അത്രമാത്രം ഖുർആനിൽ ലദ്ദത്ത് കണ്ടെത്തും. എല്ലാ ദിവസവും എന്ത് തിരക്കുണ്ടെങ്കിലും 11 റക്അത്ത് വിത്ർ നിസ്കരിക്കുന്നു. നമുക്ക് വഅദ് പറയാൻ നല്ല എളുപ്പമാണ്, കേട്ടിരിക്കാനും എളുപ്പമാണ്. ഒരു 3 റക്അത്തെങ്കിലും പതിവാക്കുമ്പോഴാണ് പ്രശ്നം വരിക. അള്ളാഹു നമ്മുടെ ഈമാൻ ബലപ്പെടുത്തി തരട്ടെ. എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉള്ള ഈ ലോകത്ത് ജീവിച്ചവരാണവർ. 100-കണക്കിന് വലിയ വലിയ മഹല്ലുകളുടെ ഖാലി സ്ഥാനം അലങ്കരിക്കുകയും അത് വെറും ഒരു എന്ന ഖാലിയല്ല, ഖാലിയാകുന്ന ഖാലിയ, പവറുള്ള ഖാലിയ, ഒരു വിഷയത്തിൽ ഇടപെട്ടാൽ തീർപ്പ് കൽപ്പിക്കാൻ കഴിയുന്ന ഫഖീഹായ ഖാലിയാണ്, ആലിമായ ഖാലിയാണ്. ആ മഹാനരായ താജുൽ ഉലമായ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം തങ്ങള് ഏത് പ്രശ്നത്തിൽ ഇടപെട്ട് എത്ര പാതിരാ സമയത്ത് കണ്ണടച്ചുറങ്ങിയാലും ഒരൊറ്റ ദിവസം തഹജ്ജുദ് മുടങ്ങാറില്ല. ഒരൊറ്റ സുന്നത്ത് നിസ്കാരം കുറയുന്നില്ല. എന്നാലോ ദർസിനൊരു ഭംഗവും വരുന്നില്ല, ഉറക്കക്ഷീണമൊന്നും ദർസിനെ ബാധിക്കുന്നില്ല. ഇതൊരു വലിയ അത്ഭുതമാ സഹോദരങ്ങളെ. ആ മഹാനരായ താജുൽ ഉലമായ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം തങ്ങള് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചു പോയ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരു ഖുർആൻ ലദ്ദത്ത് കണ്ടെത്തിയ ആളാണ്. ഒരു ഗാമൽ നിന്നിട്ടൊരു ഖത്വം തീർത്തോവർ, ഒരു ജൽ മുതലായി 3 ആണ്ട് പാർത്തോവർ. ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം തങ്ങള് അവരെല്ലാവരും ഖുർആനിൽ വലിയ ലദ്ദത്ത് കണ്ടെത്തിയ മഹാന്മാരാണ്. നമ്മളത് പറയും ഉസ്താദ് കുറെ കാലം മുമ്പല്ലേ, അന്ന് മൊബൈലൊന്നുമില്ല, മനുഷ്യന്റെ സമയം കൊല്ലുന്ന ഇന്നത്തെ പോലത്തെ സംവിധാനങ്ങളോ നന്നില്ല. താജുൽ ഉലമ വഫാത്തായ നൂറ്റാണ്ടുകൾക്ക് മുൻപല്ല, 10-12 കൊല്ലം മുൻപാണ്. ഖുറത്തു സാദാത്ത് തങ്ങളുടെ ദറജ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. തങ്ങൾ പോയിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. 28 ഖത്മ് ഒരു റമദാനിൽ 2 ഓതി എന്നുള്ള ക്ലിപ്പ് നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എല്ലാ റമദാനിലും അങ്ങനെയല്ല. ഷാഫി ഇമാമെല്ലാം ധാരാളം യോതാറില്ലേ, നമുക്കെന്തേ പറ്റൂലേ എന്ന് കരുതി 2 ഓതി. ഒരു റമദാനിൽ 28 ജുസ് അല്ല 28 ഖത്മ് തീർത്തു. അപ്പൊ അവരൊക്കെ ഉണ്ടാക്കിയെടുത്ത വലിയ ആത്മീയമായ നേട്ടം, അവരുടെ ജീവിതം ഉണ്ടാക്കിയെടുത്ത വലിയ സന്തോഷം, ആ സന്തോഷം നമ്മുടെ ജീവിതത്തിലും പകർത്താനാ ഞാനിത് പറഞ്ഞത്. അല്ലാഹു തആല ഭാഗ്യം നൽകട്ടെ. അല്ലാഹു തആല ചെയ്തിരിക്കുന്ന നിഅമത്തുകൾക്ക് നന്ദിയുള്ളവരാകണേ, അല്ലാഹുവിനെ അറിയുന്നവരാകണേ. അല്ലാഹുവിനെ വേണ്ടതുപോലെ അറിഞ്ഞവരാണ് മഹാന്മാരായ ഔലിയാക്കൾ.
അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾ ആരാണ്? അവർക്ക് ദുനിയാവിൽ ഒരു വിഷയത്തെയും അവര് പേടിക്കുന്നില്ല. അല്ലാഹനല്ലാണ്ട് ദുനിയാവിന്റെ ഒരു വിഷയത്തെയും അവര് ഭയപ്പെടുന്നില്ല. വലാഹും യഹ്സനൂൻ. ആഖിറത്തിന്റെ വിഷയത്തിൽ അവർക്ക് ടെൻഷൻ അടിക്കേണ്ടതില്ല. താജുൽ ഉലമയിലേക്ക് തന്നെ വന്നാൽ തങ്ങൾ പാപ്പന്റെ പ്രസംഗത്തിലാണ് അധികം ഉണ്ടാകാറുള്ളത്, മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. അല്ലാഹനെ പേടിച്ചോൻ എല്ലാരും പേടിക്കോടാ. ഞാൻ അല്ലാഹ് അല്ലാത്ത ഒരു മഖ്ലൂക്കിനെ ഞാൻ പേടിച്ചിട്ടില്ല, ഇനി ഖിയാമത്ത് നാൾ വരെ പേടിക്കുകയും ചെയ്യില്ല. ഇല്ലേ? ഇപ്പോഴും ഇല്ലേ സോഷ്യൽ മീഡിയയിലെ ആ പ്രഭാഷണങ്ങള്? മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ടു, വേറെ ഒരാളെയും ഭയപ്പെടുന്നില്ല, വേറെ ഒരു വിഷയത്തെയും അവരാലോചിക്കുന്നുമില്ല. ആരെങ്കിലും കാണാനോ കേൾക്കാനോ എന്തെങ്കിലും ഒരു നന്മ ചെയ്യാറില്ല. ആരെങ്കിലും കാണുമോ കേൾക്കുമോ എന്ന് ഭയപ്പെട്ടിട്ട് ഒരു വിഷയത്തിൽ ഇടപെടലുമില്ല, ഇടപെടാറ് ഇല്ല, അത് ഒഴിവാക്കലുമില്ല. അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട് ജീവിച്ചു. അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട് ജീവിക്കുക, വേറെ ഒന്നിനെയും അവർ ഭയപ്പെടുന്നില്ല. ആഖിറത്തിന്റെ വിഷയങ്ങളിലാണെങ്കിലോ അവരല്ലേ മുത്തഖീങ്ങൾ, അവരല്ലേ സ്വർഗം തയ്യാർ ചെയ്യപ്പെട്ടവർ. ഉഇദ്ദത്തുൽ മുത്തഖീൻ, തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്നത് തന്നെ, സ്വർഗം ഒരുക്കിയിരിക്കുന്നത് തന്നെ ഔലിയാക്കൾക്കാണ്. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അചഞ്ചലമായ വിശ്വാസമുള്ളവരാണവർ, കറകളഞ്ഞ വിശ്വാസമുള്ളവർ, അള്ളാഹുവിനെ പേടിച്ചവർ. വേറൊന്നും ലോകത്ത് എന്ത് കുലുമാല് സംഭവിച്ചാലും എല്ലാവരും, ജനങ്ങൾ മുഴുവനും, അധികാരികൾ മുഴുവനും, ഭരണാധികാരികൾ മുഴുവനും, ശക്തരായ ഏതേത് മേഖലയുണ്ടോ അത് മുഴുവനും നമുക്കെതിരായാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖളാഇലില്ലാത്തതോ അല്ലാഹുവിന്റെ ഇറാദത്തിലില്ലാത്തതോ ആയ ഒരു സംഗതിയും നമുക്ക് എത്തിക്കാൻ ഒരാൾക്കും കഴിയില്ല. ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. പറയൂ നബിയേ, നിശ്ചയമായും നമ്മൾ അനുഭവിക്കേണ്ടി വരില്ല, നിശ്ചയമായും നമുക്ക് വന്നു ഭവിക്കില്ല. ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു തആല കണക്കാക്കിയതല്ലാത്തത് വന്ന് ഭവിക്കില്ല, വന്ന് ചേരില്ല. ഹുവ മൗലാനാ, അവനാണ് രക്ഷിതാവ്, അവനാണ് സഹായി, അവനാണ് സംരക്ഷകനെന്ന് പറയൂ നബിയേ. രാജ്യത്തെ കുറെ പ്രതിസന്ധികൾ വരുന്നു. അല്ലാഹുവേ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബറക്കത്ത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നീ ഇസ്സത്തും റിഫഅത്തും നിലനിർത്തണേ അല്ലാഹ്. ഭരണാധികാരികളുടെ കൽബിൽ മുഅ്മിനീങ്ങളൊക്കെ റഫത്ത് ഇട്ട് കൊടുക്കണേ അല്ലാഹ്. ഫലസ്തീനിലെ പ്രിയപ്പെട്ട മക്കളെ നീ സഹായിക്കണേ അല്ലാഹ്. ഇപ്പോൾ അവർക്കുണ്ടായ ചെറിയ ആശ്വാസം നിലനിർത്തി അവരെ നാട്ടിൽ തന്നെ അവർക്ക് സ്ഥിരമായ താമസ സൗകര്യം ഒരുക്കുകയും ഖുദ്സിന്റെ പരിപാലനം അടക്കം ആ മുഅ്മിനീങ്ങളെ കയ്യിൽ നീ ഏൽപ്പിക്കണേ അല്ലാഹ്. ശരിക്കും ഈമാൻ കണ്ടുപിടിക്കണമെങ്കിൽ ഫലസ്തീനികളെ നോക്കിയാൽ മതി. അടുത്ത കാലത്ത് സുബ്ഹാനല്ലാഹ് റമളാനു ശരീഫിൽ നമ്മൾ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് നല്ല റാഹത്തിൽ നോമ്പ് തുറന്നു, നല്ല റാഹത്തിൽ അത്താഴം കഴിച്ചിട്ട് നോമ്പ് പിടിക്കുമ്പോൾ ഒന്നുമില്ല, കിടക്കാൻ വീടില്ല, കട്ടിലില്ല, എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയില്ല. ഓടുന്നവർ അവരെന്നിട്ടും നോമ്പെടുക്കാണ്, പരിഭവമില്ല. സുബ്ഹാന ജല്ല ജലാലു. 7 വയസ്സുള്ള കുട്ടി 5 വയസ്സുള്ള അനുജനോട് ആശുപത്രി കിടക്കയിൽ എന്ന് പറയുന്ന ബോംബ് പതിച്ചിട്ട് അതിന്റെ ചീള് പറിച്ചിട്ട് 2 കുട്ടികളുടെയും ശരീരത്തിൽ നിന്ന് രക്തം പൊടിയുന്നുണ്ട്. അനുജൻ ഡേഞ്ചർ അവസ്ഥയിലാണ്. 7 വയസ്സ് 8 വയസ്സ് തോന്നിക്കുന്ന മകൻ പറയുന്നു, മോനെ, അനുജനോട് പറയുന്നു, മോനെ, ഷഹാദത്ത് കലിമ ചൊല്ലൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂ, അല്ലാഹു സ്വർഗം തരുന്നതാ.
ആശുപത്രി എന്ന് പറയുന്ന വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. സുബ്ഹാന ജല്ല ജലാലു. ഒരു ഭാഗത്ത് രണഭൂമിയിൽ ബോംബ് ഇങ്ങനെ വർഷിക്കുന്ന, മുന്നിലും ബാക്കിലും ഒക്കെ ബോംബും മിസൈൽ ഇങ്ങനെ വീഴുമ്പോൾ എന്തൊരു താളാത്മകമായിട്ടാണ്, എന്തൊരു ശൈലിയിലാണ് അവർ ഖുർആൻ ഓതുന്നത്. അവരുടെ ഈമാൻ കടമെടുക്കാനാ ഞാൻ പറഞ്ഞത്. അല്ലാഹു ജല്ല ജലാലു അവർക്ക് രക്ഷ നൽകട്ടെ, നമുക്ക് അല്ലാഹു കാവലും നൽകട്ടെ. ആശുപത്രി കിടക്കയിൽ ബോംബ്, ഖബർസ്ഥാനിൽ ബോംബ് വീണിട്ട് ഖബറടക്കം ചെയ്യപ്പെട്ട മയ്യത്ത് പുറത്തേക്ക് തെറിക്കുന്നു. അതിന്റെ ഇടയിൽ നിന്ന് അശ്റഖൽ ബദ്റു അലൈനാ ഫഖ്തഫത് മിൻഹൽ ബുദൂറു. എന്ത് ഭംഗിയിലാണ് അശ്റഖ ചൊല്ലുന്നത്, എന്ത് സന്തോഷത്തിലാണ് ത്വലഅൽ ബദ്റു പരിശുദ്ധ റബീഉൽ അവ്വലിൽ ചൊല്ലുന്നത്. ഒക്കെ നമ്മൾ കാണുമ്പോഴാണ് നമ്മളുടെ മോശം, നമ്മുടെ കൽബിന്റെ കേട് നമുക്ക് ആലോചിക്കാൻ കഴിയും. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ ഏറ്റവും നല്ല അചഞ്ചലമായ കടുപ്പമുള്ള വിശ്വാസമുള്ളവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. വകാനൂ യത്തഖൂൻ. അവര് നല്ല സൂക്ഷ്മശാലികളാണ്. കളങ്കമില്ലാത്ത ഈമാനും കാപട്യമില്ലാത്ത ഈമാനും തിളക്കമുള്ള ഈമാനും ഏറ്റവും നല്ല തഖ്വയുമുള്ളവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. നിങ്ങൾ നോക്ക്, ഔലിയാക്കളെ ഏറ്റവും വലിയ നേതാവാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ഈ ഉമ്മത്തിലെ അവ്വലൻ ആദ്യത്തെ ആൾ, അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഏറ്റവും വലിയ ഈമാൻ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ഒരു തട്ടിലും ഈ ഉമ്മത്തിലെ മുഴുവൻ ആളുകൾ, അതിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ല, മുത്തുനബിന്റെ ഉമ്മത്തിൽപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങളല്ലാത്ത മറ്റുള്ളവരുടെ മുഴുവൻ ഈമാനും ഒരു തട്ടിൽ വെച്ചാലും അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഈമാനിന് പവർ ഏറെയാണ്. അവിടെ എത്തുന്ന ഒരു ഈമാനും പറയില്ല. അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് അവസരം നൽകട്ടെ. മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒക്കെ അവരുടെ ഈമാൻ, അവരുടെ തഖ്വ, അവരുടെ ഇബാദത്തിന്റെ ഉത്സാഹം നോക്ക് നിങ്ങൾ. അല്ലാഹു തആല നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. കൃത്യമായ നിസ്കാരം എപ്പോഴും അവ്വലൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഫിലെ ഒന്നാമത്തെ സഫിലെ മെമ്പറാണ്, തൊട്ടടുത്തുള്ള മെമ്പറാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം നിസ്കരിക്കാൻ വേണ്ടി ഒരൽപ്പം പള്ളിയിലെത്താൻ ലൈറ്റായി പോയി, വൈകിപ്പോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റക്അത്തിലദാ റുകൂഇലേക്ക് പോയി. എപ്പോഴും തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളീലത്ത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്ന മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പള്ളിന്റെ മുറ്റത്തെത്തിയപ്പോഴേക്ക് തങ്ങൾ റുകൂഇലേക്ക് വേഗം പള്ളിയിൽ കയറിയിട്ട് അണിയൊപ്പിച്ച് നിന്നിട്ട് നിയത്ത് വെച്ചിട്ട് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്ത് പിന്നെ പെട്ടെന്ന് റുകൂഇലേക്ക് എത്തിയപ്പോ റുകൂഇൽ ഒരു സുബ്ഹാനല്ലാഹയുടെ ഖദർ കിട്ടിയപ്പോൾ ആ റക്അത്ത് കിട്ടിയ സന്തോഷത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവോട് പറയുന്നു അൽഹംദുലില്ലാഹ്. അല്ലാഹുവിനെ സ്തുതി പറയുന്നു, ഹംദ് പറയുകയാണ്. ആ ഹംദിന്റെ ഏറ്റവും വലിയ ഖൽബിന്റെ ഉള്ളിൽ നിന്ന് തിളക്കമുള്ള ഈമാനിന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന ഹംദിന്റെ മാറ്റുലിയാണ്. ഇന്നും എല്ലാ നിസ്കാരത്തിലും ഇഅ്തിദാലിലേക്ക് ഉയരുന്ന സമയത്ത് സമിഅ അല്ലാഹു ലിമൻ ഹമിദ. എത്രയാണ് അവരുടെ ഈമാന്റെ പവർ! ഒരു ഉമ്മത്തിന്റെ ഒരു ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി നോക്ക്. ഒരു ഉമ്മത്തിൽ അനുയായികളായി വരുന്ന മുഴുവൻ ആളുകളുടെയും ഇബാദത്തിന്റെ ഒരു മാറ്റം തന്നെ ഒരു കലിമത്ത് കൊണ്ട് ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി കേൾപ്പുണ്ടായ മഹാനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. സാധാരണ അല്ലാഹു അക്ബർ റുകൂഇലേക്ക്, അല്ലാഹു അക്ബർ ഇഅ്തിദാലിലേക്ക്, അല്ലാഹു അക്ബർ സുജൂദിലേക്ക്, ഇങ്ങനെയായിരുന്നു പതിവ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഅ്തിദാലിലേക്ക് വരുമ്പോൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദഹു, അല്ലാഹുവിനെ സ്തുതിച്ചവന്റെ സ്തുതി അല്ലാഹു സ്വീകരിക്കട്ടെ.
അള്ളാഹു കേട്ടിരിക്കുന്നു, കേൾക്കട്ടെ, സ്വീകരിക്കട്ടെ എന്ന അർത്ഥത്തിലുള്ള പദം അത് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് എഴുത്തിദാലിലേക്ക് വരികയാണ്. സലാം വീട്ടിക്കഴിഞ്ഞപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സ്വീകരിക്കപ്പെടുന്ന ഏറ്റവും ഖൈറായ ഹംദ് ചൊല്ലിയവൻ ആരാണ്? അനയാ റസൂലല്ലാഹ്. വളരെ ഭവ്യതയോടെ താഴ്മയോടെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനാണ് നബിയേ. ഹംദ് പറഞ്ഞ ആള് ഞാനാണ്. ആ ഹംദ് പറയുമ്പോഴേക്ക് നസലൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് മുത്തായ തങ്ങളോട് നിസ്കാരത്തിൽ പറയുന്ന, നബിയേ തലയുയർത്തുമ്പോ സമി അല്ലാഹു ലിമൻ ഹമിദഹു എന്ന് പറയൂ. ആ വാക്കാണ് മുഅ്മിനീങ്ങൾ ഖിയാമത്ത് നാൾ വരെ നിസ്കാരത്തിന്റെ റുകൂഇൽ നിന്ന് ഇഅ്തിദാലിലേക്ക് ഉയരുമ്പോൾ പറയുന്നത്. അത്രമാത്രം ഒരു ഉമ്മത്തിൽ മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജാണ് നിസ്കാരം. ഈ നിസ്കാരത്തിൽ അള്ളാഹുവിനോടും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും അല്ലാതെ വേറൊരാളുടെ ഖിതാബ് ഇട്ട നിസ്കാരം ബാത്തുലാണ്. അത്രമാത്രം പവറുള്ള ഏറ്റവും വലിയ ആദ്യമായി മഹ്ശറിലെത്തിയാൽ ഇബാദത്തുകളെ കൂട്ടത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന നിസ്കാരമാണ്. ഏറ്റവും കടുപ്പമുള്ള നിസ്കാരമാണ്. ആ നിസ്കാരത്തിൽ വരെ സ്വാധീനം ചെലുത്താൻ പവറുണ്ടായ ഈമാനും തഖ്വയുടെയും ഉടമയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന് വേണ്ടി മാത്രം അവന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം മാത്രം. നോക്കൂ നിങ്ങൾ, ഞാൻ നേരത്തെ കണ്ണിന്റെ കഥ പറഞ്ഞില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഗതി ഏതൊക്കെയാണ്? ഏറ്റവും റാഹത്തുള്ള 3 കാര്യം. നമ്മളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതി, എനിക്ക് യാത്ര ഇഷ്ടമാണ്, ടൂർ ഇഷ്ടമാണ്, അതിലെ പോലെ ഇഷ്ടമാണ്, എന്തെങ്കിലും കാഴ്ചകൾ ഇഷ്ടമാണ്, പുസ്തകം വായിക്കൽ ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ പറയില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടുള്ള ചോദ്യത്തിന് 3 മറുപടി. ഏറ്റവും ദുനിയാവിൽ സന്തോഷമുള്ള 3 കാര്യം. ഒന്ന്, അൽ ജുലൂസു ബൈന യദൈക്, മുത്തായ തങ്ങളെ മുമ്പിൽ ഇരിക്കലാണ്. തങ്ങളെ സദസ്സിൽ വന്ന് വെറുതെ ഇരിക്കുക. വന്നൽറു ഇലാ വജ്ഹിക, തങ്ങളെ വജ്ഹിലേക്ക് നോക്കലാണ്. വഇൻഫാഖു മാലി അലൈക, തങ്ങൾ ചോദിക്കുമ്പോ ധാരാളമായി തങ്ങൾക്ക് നൽകലാണ്. ആരായി പറയുന്ന? ഒരു ചെറിയ കുട്ടിയാണ്. ഒരു ബോധമില്ലാത്ത പക്വതയില്ലാത്ത ഒരു കുട്ടിനോട് ചോദിക്കുമ്പോ, ഉസ്താദ് ചോദിക്കുമ്പോ എടുത്തു കൊടുക്കലാണ് നല്ല പറയുന്നത്, ഉപ്പാക്കുമ്മാക്കും കൊടുക്കലാണ് നല്ല പറയുന്നത്. മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2-2.5 വയസ്സിന്റെ മാറ്റമാണുള്ളത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കളിക്കൂട്ടുകാരനാണ്. തങ്ങൾക്കൊരു കൂട്ടുകാരൻ ഉണ്ടെങ്കിൽ അത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ്. നല്ല പക്വതയുള്ള ബുദ്ധിമാനായ ആലിമായ സ്വഹാബികളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പണ്ഡിതനാണ്. ആ മഹാനായ ബുദ്ധിമാനായ തന്റേടിയായ സ്വഹാബിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ 3 ഇഷ്ടങ്ങളിൽ 3 മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. കണ്ണ് തന്ന അള്ളാഹുവിന് നന്ദി ചെയ്യാൻ വേണ്ടി മുത്തുനബിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക. സ്വഹാബികൾ ഏറെയും അങ്ങനെയാണ്. അള്ളാഹു തആല നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. സ്വഹാബികൾ അധികവും അങ്ങനെയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിസരത്ത് വന്നിട്ട് ഇങ്ങനെ നിൽക്കുക. ഏറ്റവും സന്തോഷമുള്ള സംഗതി അതാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നോക്ക്, നിസ്കാരത്തിന്റെ ജമാഅത്തിന്റെ 1-ാമത്തെ സഫിന്, അതും വലതുഭാഗത്ത് സ്വഹാബികൾ വല്ലാതെ തിക്കും തിരക്കും കൂട്ടുമായിരുന്നു. നമ്മളൊക്കെ അല്ലാഹു തആല നന്നാക്കി തരട്ടെ. ജുമുഅക്ക് വലിയ നല്ല പള്ളിയുണ്ട് ഇവിടെ, മാഷാ അല്ലാഹ്, മുഹിയുദ്ദീൻ പള്ളി. നമ്മുടെ പള്ളിയുടെ പേരെന്താ? മുഹിയുദ്ദീൻ പള്ളി. അല്ലാഹു തആല ഗൗതുല്ലാ തങ്ങളെ ബർക്കത്തോടെ നമ്മുടെ നാട്ടിന് അല്ലാഹു സന്തോഷം നൽകട്ടെ. നല്ല പള്ളി, അൽഹംദുലില്ലാഹ്. നിർമ്മിച്ച ആളുകൾക്കൊക്കെ അല്ലാഹു സഹായിച്ചവർക്കെല്ലാം നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. കുറെ കാലം പഴക്കമുണ്ടാവും. അല്ലാഹുവേ, അന്നു മുതൽ ഇന്ന് വരെ ഇതിനെ പരിപാലിച്ചവർ, അവരെ കൂട്ടന്ന് മരണപ്പെട്ടവർക്കെല്ലാം നീ സ്വർഗം നൽകണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. നല്ല മനോഹരമായ പള്ളി, അൽഹംദുലില്ലാഹ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പള്ളിയിൽ സാധാരണ കൂടുതലും വരാറുള്ളത് വെള്ളിയാഴ്ചയാണ്. ടൗണിലൊക്കെ ആണെങ്കിൽ പറയുന്ന വേണ്ട, വെള്ളിയാഴ്ച പള്ളിയിലെത്തിയാല് അധികം ആളുകൾ ഇപ്പൊ അടുത്ത് കാണുന്ന സംഗതിയാണ്, ഈ ബാക്കിലെ ചുമരില പോയിട്ട് ഇരിക്കുക. സത്യത്തിൽ ഫ്രണ്ട് സീറ്റിലല്ലേ ഇരിക്കേണ്ടത്, ആദ്യത്തെ സ്ഥലത്തല്ലേ ഇരിക്കേണ്ടത്. ആദ്യം നാളെ പോലീസ് പിടിക്കൂ. അങ്ങനെ ഉണ്ടോ നിങ്ങളുടെ നാട്ടിലും? 1-ാമത്തെ സഭയിൽ ഇരുന്നാലും കുഴപ്പമുണ്ടോ? ഇല്ല.
പക്ഷെ ആളുകൾ നിങ്ങൾ നോക്കുക, അധികം ആളുകൾ വന്നിട്ട് ബാക്കിലെ ചുമരിന്റെ അടുത്ത് നിന്ന് ധർണക്കിരിക്കുന്ന പോലെ കാലിങ്ങനെ കുത്തിയിട്ടിരിക്കുന്നുണ്ടോ? കളക്ടറേറ്റ് പിക്കറ്റിങ്ങിന് പോയ പോലെ. എത്ര ആള് കേട്ടാലും ഒരു ആൾ തന്നെ ഇരിക്കുള്ളൂ. ഇനി നിങ്ങൾ എല്ലാവരും കയറി ഇരിക്കുന്ന മൂപ്പര് ലാസ്റ്റ് എന്ന് പറയും, കയറിയിരിക്കുക, എന്നാലും മൂപ്പര് പോകില്ല, മൂപ്പര് ആൾ തന്നെ ഇപ്പൊ റിസർവ് ചെയ്താണ്. അങ്ങനെ ആവരുത്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ചില ആളുകളുണ്ട് ഇവിടെ അങ്ങനത്തെ ആളുണ്ടാവൂല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പള്ളിയിൽ കസേര കണ്ടിട്ടില്ല. കാലിന് വല്ലാതെ വേദനയുള്ളവരുണ്ടാവും. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ, നടക്കാൻ കഴിയാതെ, ഒന്ന് പറ്റിയിരുന്നെങ്കിൽ നിൽക്കാമായിരുന്നു എന്ന് കരുതുന്നവർ, അങ്ങനെയുള്ള ആളിനെ ചിലപ്പോൾ ഇരുന്ന് നിസ്കരിക്കുന്നവർ, അള്ളാഹു അവർക്ക് നല്ല ആഫിയത്ത് കൊടുക്കട്ടെ, നല്ല ആഫിയത്ത് കൊടുക്കട്ടെ. ഇപ്പൊ അധിക പള്ളിയിലുള്ളൊരു വിഷയം എന്താ അറിയോ? ഒരു ആജിയാർ കസേര ഇട്ട് നിസ്കരിച്ചാൽ അടുത്ത ആജിയാർക്ക് തോന്നും ഇയാൾക്ക് നിനക്ക് പൈസയില്ലേ, ഒരു കസേര വാങ്ങാൻ വേണ്ടി. അങ്ങനെ മൂപ്പരൊരു കസേര ഉണ്ട്. കസേര കൊണ്ട് നിസ്കരിക്കൽ എന്തോ ഒരു വലിയ ബഹുമാനമുള്ള പോലെ കസേരന്റെ മുകളിൽ നിൽക്കാറ്. അള്ളാഹു നാളെ നമുക്കെല്ലാം നല്ല ഈമാൻ തരട്ടെ. കാല് മുട്ട് ഞെക്കി നോക്കാണ്, വേദന ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം. അള്ളാഹു നമുക്ക് സന്തോഷം തരട്ടെ. ബഹുമാനപ്പെട്ട മഞ്ഞനാടി ഉസ്താദ് നവ്വറല്ലാഹു ദരീഹഹു വനഫഅനാ ബിഹി ആമീൻ. ശറഫുൽ അബ്ബാസ് ഉസ്താദ് അല്ലേ പറയും. അമോശനായ വലിയ മഞ്ഞനാടി ഉസ്താദ് വഫാത്താകുന്നതിന്റെ ഒരാഴ്ച മുൻപ് സാധുവായ ഞാൻ അവിടെ പോയി. എന്റെ ഉസ്താദ് ശൈഖുനാ കാടാച്ചർ ഉസ്താദ് ഹഫിളഹുല്ലാഹ് മഞ്ഞനാടി ഉസ്താദിന്റെ പുതിയാപ്പിളയാണ്. അബ്ബാസ് ഉസ്താദിന്റെ അന്യം പുതിയാപ്പിളയാണ്. അപ്പൊ അതുകൊണ്ട് ചെറുപ്പത്തിലേ അവിടെ പഠിക്കുമ്പോഴേ ഉള്ള ബന്ധമാണ്. വഫാത്താകുന്നതിന് ഒരാഴ്ച മുമ്പ് അവിടെ പോയി. അങ്ങനെ സംസാരിക്കുമ്പോൾ ഉസ്താദിന്റെ ഒരു പുതിയാപ്പിളയുണ്ട്, നമ്മള് ശരീക്കും കൂടിയാണ്, മുഹമ്മദ് സൈദി. അദ്ദേഹം പറഞ്ഞു, വെള്ളിയാഴ്ച പഴയടപ്പുറം പള്ളിയിൽ പോയി, ജുമാക്ക് പോയി, സൈഡിലാണ് നിന്ന് നിസ്കരിക്കാൻ. തീരെ കഴിയുന്നില്ല, നിന്നിട്ടാണ് നിസ്കരിക്കുന്നത്. അങ്ങനെ ആ നിന്ന് നിസ്കരിക്കുന്ന നിസ്കാരത്തില് രണ്ടാമത്തെ റക്അത്തിലേക്ക് മഹാനവറുകൾ ചുമര് പിടിച്ച് മെല്ലെ മെല്ലെ എഴുന്നേറ്റ് വരുമ്പോഴേക്ക് ഇമാമിന്റെ ഫാത്തിഹ പകുതിയായി പോയി. എന്താ പറഞ്ഞത്? ബഹുമാനപ്പെട്ട ശൈഖുനാ മഞ്ഞനാടി ഉസ്താദ് മെല്ലെ മെല്ലെ എഴുന്നേറ്റ് വരുമ്പോഴേക്ക് ഫാത്തിഹ പകുതിയായി പോയി എന്ന് പറഞ്ഞാല്, എന്നിട്ടും ഇരിക്കുന്നില്ല. നമ്മളെല്ലാം സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഓർക്ക് പണ്ടെന്നെ ഇരുന്ന് നിസ്കരിക്കാം. നിന്ന് നിസ്കരിക്കാനുള്ള ലാസ്റ്റ് ജുമായും നിന്ന് നിസ്കരിക്കാൻ അടുത്ത ജുമാക്ക് ഉണ്ടാവുമോന്നറിയില്ല, ക്ഷീണിച്ചു പോകുമോന്നറിയില്ല. ആരോഗ്യപരമായി നല്ല ക്ഷീണമുണ്ട്, കുറെ ആളുകൾ പിടിച്ചിട്ടാണ് നടക്കുന്നത്. അങ്ങനെയുള്ള അവസ്ഥയിൽ പോലും പുതിയാപ്പിള പറയാണ്, നിന്ന് നിസ്കരിക്കുകയായിരുന്നു. അള്ളാഹു നമ്മുടെ ഈമാന് ബലപ്പെടുത്തി തരട്ടെ. നിന്ന് നിസ്കരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു തആല നൽകട്ടെ. പൊതുവെ മനുഷ്യന്മാർ ഇന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈമനസ്യം കാണിക്കുന്ന കാലാണിത്. അങ്ങനെയല്ലേ? ജമാഅത്ത് കമ്മിറ്റിയിൽ വരെ ഉഷാറായിട്ട് ജനറൽ ബോഡി വന്നിട്ട് കമ്മിറ്റിയാണെന്നെല്ലാം പറയും. അള്ളാഹു തആല നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ നാട്ടിൽ പിന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല, കമ്മിറ്റിക്കാരാണെന്ന് പരിചയപ്പെട്ടിട്ടില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആര് സഹസം ആമീൻ പറഞ്ഞിട്ടില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കമ്മിറ്റി മീറ്റിംഗ് വിളിക്കുമ്പോൾ എവിടെങ്കിലും പോകും. മുസ്ലിം ജമാഅത്തിന്റെ മീറ്റിംഗ് വിളിക്കാൻ, SYSന്റെ മീറ്റിംഗ് വിളിക്കാൻ, SSFന്റെ മീറ്റിംഗ് വിളിക്കാൻ. 100 പ്രകാശ വർഷങ്ങൾ മഹത്തായ സമസ്തയുടെ സമ്മേളനം അതിവിപുലമായി നടക്കുകയാണ്. ജനുവരി 1 മുതൽ കാസർഗോഡ് നിന്ന് മഹാനായ സുൽത്താൻ ഉലമയുടെ 3ാം കേരള യാത്രയും ആരംഭിക്കുകയാണ്. നിങ്ങളെല്ലാരും പങ്കെടുക്കുമല്ലോ. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു തആല സന്തോഷത്തോടെ സ്വീകരിക്കട്ടെ. എല്ലാ നിഅമത്തും അള്ളാഹു തആല ഉസ്താദ് അവർക്ക് ഒരുപാട് കാലം ഹിമ്മത്തോടെ ഉമ്മത്തിനെ നയിക്കാൻ അള്ളാഹു തആല അവസരം നൽകട്ടെ. നമ്മൾ മീറ്റിങ്ങിനൊന്നും പങ്കെടുക്കൂല. ചില ആൾ അങ്ങനെ ഉണ്ട്. ഞാൻ എല്ലാവരും അല്ല പറഞ്ഞത്, മീറ്റിങ്ങിന് പങ്കെടുക്കും. അത് ആരെങ്കിലും നടത്തിയാൽ മതി, ബാക്കി നിങ്ങൾ ഇന്ന് തീരുമാനിച്ചാലല്ല ഞാൻ ഉണ്ട് പറയും. മീറ്റിങ്ങിന് പോകില്ല. എന്നിട്ട് എന്തെങ്കിലും തീരുമാനിച്ചാൽ എന്ത് ചെയ്യും? ബൈക്കെന്ന് പറയും. അയ്യപ്പ തീരുമാനിച്ചാൽ ഞാൻ അറിയില്ലല്ലോ എന്നല്ലേ മീറ്റിംഗ് വിളിച്ചത്. അള്ളാഹു തആല നമ്മളെ നന്നാക്കി തരട്ടെ. മീറ്റിംഗിലെല്ലാം പങ്കെടുക്കണം. ഞാൻ ഇതൊരു വാളായത് കൊണ്ട് ഞാൻ സംഘടനാ പ്രഭാഷണം നടത്തിയല്ല, ഞാൻ പറയാണ്, ഏത് ഖൈറും നമ്മൾ കൂടി കൊടുക്കണം. മീറ്റിംഗ് എന്ന് പറയുന്നത് വലിയ സംഗതിയാണ്, വലിയ സന്തോഷാണ്. ഒരു രാജാവ് കൊട്ടാരം കിട്ടി. ഇത് കഥ കേട്ടോ, കിതാബിലുള്ളൊന്നല്ല. ഒരു രാജാവ് ഒരു കൊട്ടാരം കിട്ടി.
ആ കൊട്ടാരത്തിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. രാജാവിനോട് എല്ലാരും പറഞ്ഞു നമുക്ക് നല്ല പാൽപായസം ഉണ്ടാക്കാം, നല്ല പാൽപായസം ഉണ്ടാക്കാം. എന്നാ പിന്നെ ആയിക്കോട്ടെ, അതിനെന്താ വേണ്ടത്? പാല് പിരിവെടുക്കാന്ന്. കുറെ ആളുകൾക്ക് പാല് കൊടുക്കണമെന്ന് നല്ല പാല് വേണ്ട. അതുകൊണ്ട് എല്ലാവരും ഒരു കുടം പാല്, ഒരു പാത്രം നിറയെ പാല് വലിയൊരു ഹൗളാക്കി വെച്ച്, ടാങ്കിയാക്കി വെച്ച് കൊട്ടാരത്തിന്റെ പുറത്ത് രാത്രിയിൽ എല്ലാവരും വന്ന് വീട്ടിലുള്ള പാല് ഒരു വലിയ പാത്രത്തിലാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഒഴിക്കണമെന്ന് രാജാവ് പ്രഖ്യാപിച്ചു. അപ്പൊ നേരം വെളുക്കുമ്പോഴേക്ക് ഹൗള് ഫുള്ള് പാലായാലും വേഗം വേഗം എടുത്തിട്ട് പണി തുടങ്ങാലോ, അങ്ങനെ വെച്ചതാ. അപ്പൊ നമ്മളെപ്പോലത്തെ ഏതോ ഒരു വിദ്വാൻ ഉണ്ടായി, ഈ യോഗത്തിന് പോണ്ട എന്ന് പറയുന്ന ഒരു വിദ്വാനുണ്ടല്ലോ, ഞാൻ പോയിട്ടെങ്കിലും അവിടെ ആളുണ്ടാവൂലേ, 15 ആളാ കമ്മിറ്റിക്കാര്. അപ്പൊ ഒരുത്തൻ ചിന്തിച്ച് ഞാൻ പോയിട്ടെങ്കിൽ 14 ഉണ്ടാവൂലേ, അതുകൊണ്ട് പോണ്ടാന്ന് തീരുമാനിക്കുന്ന പോലത്തെ ഒരുത്തൻ, അയാള് ഭാര്യയോട് അയാള് പറഞ്ഞു, എല്ലാവരും പാലല്ലേ കൊണ്ടുവയ്ക്കുന്നത്, അതുകൊണ്ട് നമ്മളെ പാലിപ്പോൾ തന്നെ വെക്കുക, നമുക്കൊരു പാത്രം നല്ല പച്ചവെള്ളം കൊണ്ടുവയ്ക്കാം. ഇത്രയും ലിറ്റർ, ആയിരക്കണക്കിന് ലിറ്റർ പാലിന്റെ ഇടയില് ഒരു പാത്രം വെള്ളം ഒഴിച്ചാൽ ആർക്കും മനസ്സിലാവൂല, ഇരുട്ടത്തല്ലേ ഒഴിക്കുന്നത്, നേരം വെളുക്കുമ്പോഴേ ആള് കാണുള്ളൂ, അന്ന് ട്യൂബും ലൈറ്റ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെ അവര് കൊണ്ടുപോയിട്ട് വെള്ളം ഒഴിച്ചു. നേരം വെളുത്തു നോക്കുമ്പോ പാൽപായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പാലെടുക്കാൻ വേണ്ടി ഒന്ന് നോക്കുമ്പോ ഈ ഒരു പാത്രത്തിന്റെ കറാമത്ത് കൊണ്ട് ടാങ്കി ഫുൾ പച്ചവെള്ളം, ഒരൊറ്റ തുള്ളി പാലില്ല. കറാമത്ത് എന്ന് ഞാൻ തമാശക്ക് പറഞ്ഞതാ. സംഗതി എന്താണെന്നറിയോ? ഇത് തമാശക്കാണെങ്കിൽ നല്ല കാര്യമുണ്ട്. ഈ ഒരു ചങ്ങായി ചിന്തിച്ച പോലെ തന്നെയാണ് എല്ലാവർക്കാരും ചിന്തിച്ചത്. അതാ പ്രശ്നമായി. എല്ലാരും ചിന്തിച്ചത് ഞാനല്ലേ വെള്ളം ഒഴിക്കുന്നുള്ളൂ, ബാക്കി എല്ലാരും പാലല്ലേ ഒഴിക്കുന്നു, ഫോം വിളിച്ച് വെച്ചിട്ടൊന്നുമില്ല. അപ്പൊ അയാള് മാത്രമാണ് ഒഴിക്കുന്ന വെച്ചിട്ട് എല്ലാരും ഒഴിച്ചത് പാലായി, എല്ലാരും ഒഴിച്ചത് പച്ചവെള്ളമായി പോയി. അതുകൊണ്ട് നേരം വെളുക്ക് ഒരൊറ്റ പാത്രം പാലില്ല, ഫുൾ പച്ചവെള്ളം, ഒതുകൊടുക്കാൻ പറ്റും നാല് തെളിഞ്ഞ വെള്ളം. ഇങ്ങനെയാണ് പലപ്പോഴും മീറ്റിംഗ് വിളിച്ചുണ്ടാകുക. ഞാൻ പോയിട്ടെങ്കിൽ നടക്കുമെന്ന് നിങ്ങൾ പറയും, ഞാൻ മാത്രമേ ഇല്ലാത്തൊന്ന് മറ്റവനും പറയും. അപ്പൊ നോക്കുമ്പോ ആരും ഉണ്ടാവില്ല, വിളിച്ചോന്ന് തന്നെ ചിലപ്പം വരൂല. അപ്പൊ അങ്ങനെ ആവരുത്. നമ്മളെല്ലാം ഉസ്താദുമാരെ കണ്ടു പഠിക്കണം. സുൽത്താനുൽ ഉലമ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. സമസ്തന്റെ മീറ്റിങ്ങിന് ഉള്ളാളത്തുനിന്ന് ദർസെല്ലാം മുടക്കിയിട്ട് ബഹുമാനപ്പെട്ട താജുൽ ഉലമ കോഴിക്കോടേക്ക് പോകണമെങ്കിൽ എത്രയായിരിക്കും ഒരു മീറ്റിങ്ങിന്റെ ബഹുമാനം? നമ്മൾ വേറൊന്നും ആലോചിക്കണ്ട. താജുൽ ഉലമ, താജുശ്ശേരി ഉസ്താദിനെ പറയുന്ന കേട്ടിട്ടില്ലേ, വരുന്ന ദിവസം എന്നെയും കൂട്ടി അവിടെ വന്ന് കാത്തു നിന്നിട്ട് മീറ്റിങ്ങിന് പോകാന്ന് പറഞ്ഞിട്ട് താജുശ്ശേരി ഉസ്താദിനെയും കൂട്ടിയിട്ട് താജുൽ ഉലമ എന്ത് ചെയ്യും? കോഴിക്കോടേക്ക് പോകും. അപ്പൊ ഒരു മീറ്റിങ്ങിന് താജുൽ ഉലമ പോയിട്ടില്ലെങ്കിൽ എ പി ഉസ്താദ് ചൂടാവോ? താജുൽ ഉലമനോട് ചൂടാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ദേഷ്യം പിടിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ സമസ്തയിൽ? ഇല്ല. പക്ഷെ താജുൽ ഉലമ പോവുകയാണ്, അതൊരു ഉത്തരവാദിത്തമാണ്. നമ്മൾ എപ്പോഴും സംഘടനാ വിഷയത്തിലൊക്കെ സജീവത കാണിക്കണോന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാനിത് പറഞ്ഞത്. നമ്മൾ മൗലിദ് മാത്രം ചൊല്ലിയാ പോരാ. അല്ലാഹു തആല നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു തആല സന്തോഷം നൽകട്ടെ. പ്രവർത്തിക്കാൻ എപ്പോഴും നല്ല ഉത്സാഹം കാണിക്കണം. മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ് ഒരു സ്വഹാബി. ആ സ്വഹാബി വന്നിട്ട് മുത്തായ തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്ന അബ്നാഇ ഹൗലാ യുരീദൂന അൻ യഹ്ബിസൂനി അൻ ഹാദൽ ഖൈർ. പ്രായമുള്ള സ്വഹാബിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈകല്യമുള്ള സ്വഹാബിയാണ്, സംസാരശേഷി ഇല്ലാത്ത ആളല്ല, കാലിനും മുടന്തുള്ള സ്വഹാബിയാണ്. അംർ ഇബ്നുൽ ജമൂഹ് എന്നാണ് പേര്. മഹാനായ സ്വഹാബി വരേണ്യർ മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കിലേക്ക് മുടന്തി വന്നിട്ട് തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ മക്കള് നാളെ നടക്കുന്ന ഖൈറിനെ തൊട്ട് എന്നെ തടയുന്നു നബിയേ. എനിക്ക് വൈകല്യമുണ്ട്, വികലാംഗനാണ് എന്നാണ് അവര് കാരണം പറയുന്നത്. എനിക്കൊരു സ്പെഷ്യൽ പാസ് തരണം നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ നടക്കുന്ന ഖൈറേതാണ്? നാളെ നല്ല ബിരിയാണി കൊടുക്കുന്നുണ്ട്, അന്നദാനുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല പൈസ കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ പരിപാടി ഒന്നുമല്ല. നാളെ ഉഹദ് യുദ്ധമാണ്. ഉഹദ് യുദ്ധം നടക്കുകയാണ് നാളെ. ആ ഉഹദ് യുദ്ധത്തിന്റെ തലേ ദിവസം വീട്ടിലൊരു ചർച്ച നടക്കുകയാണ്. മക്കള് പറയുന്നല്ലേ, SYSന്റെ പ്രവർത്തകരെ പോലോത്ത മക്കള്, ചുറുചുറുക്കുള്ള മക്കൾ, അവര് പറയുന്നു, ബാപ്പാ നിങ്ങൾ പോകണ്ട, നിങ്ങൾക്ക് വൈകല്യം, നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ, സുഖമില്ലല്ലോ, നിങ്ങളെ കാല് ശരിയില്ലല്ലോ, നിങ്ങൾക്ക് പ്രായേറെ ഉണ്ടല്ലോ, യുദ്ധത്തിന് പോയാ പരിക്ക് പറ്റും, അപകടം പറ്റും, അതുകൊണ്ട് നിങ്ങൾ വരണ്ട, മക്കള് ഞങ്ങൾ പോയിക്കോളാ. മക്കള് തടഞ്ഞപ്പോഴാണ്
ഹൃദയവേദനയോടെ സയ്യിദുൽ വജൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കിലേക്ക് വരുന്നത്. വന്നിട്ട് പറയുന്നു, നബിയേ, എന്റെ മക്കളെന്നെ തടയുന്നു, എനിക്ക് സുഖമില്ല, എനിക്ക് വൈകല്യമുണ്ട് എന്നാണ് അവര് പറയുന്നത്. എന്റെ സുഹൃത്തുക്കളെല്ലാം ഉഹദിന്റെ ആനുകൂല്യം പറ്റി സ്വർഗത്ത് പോകുമ്പോ ചെറിയൊരു ക്ഷീണം, ചെറിയൊരു പ്രയാസം ഉള്ളത് കൊണ്ട് ഞാൻ മദീനയിൽ വീട്ടിൽ മടിച്ചിരുന്നാൽ ഞാൻ ആഖിറത്തിൽ പ്രയാസപ്പെട്ടൂല നബി, അതുകൊണ്ട് എനിക്കും പങ്കെടുക്കണോ? പ്രവർത്തകന്മാര് മനസ്സിലാക്കണം, നമ്മളെപ്പോഴും അള്ളാന്റെ ദീനിൽ സജീവത കാണിക്കണം. ഇബാദത്തിനും വേണം, ഖൈറായ പ്രവർത്തനങ്ങളിലും ഒക്കെ വേണം. ജമാഅത്തിന്റെ പ്രവർത്തനമായാലും, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനമായാലും, SSFന്റെ പ്രവർത്തനമായാലും, SYSന്റെ പ്രവർത്തനമായാലും, ഏത് ഖൈറിനും സജീവമായി മുന്നോട്ട് പോകണം. ഒരിക്കലും പിരിഞ്ഞു നിൽക്കരുത്. 3 മക്കളെയും മുത്തായ തങ്ങൾ വിളിക്കുകയാണ്, മുഅവ്വിദ്, മുആദ്, ഖല്ലാദ്. 3 മക്കളെ വിളിച്ചിട്ട് പറയുന്നു, മക്കളെ, ലാ തഹ്ബിസൂ, നിങ്ങൾ ബാപ്പാനെ തടയണ്ട. ലഅല്ലല്ലാഹ യർസുഖുഹു ശഹാദ, ബാപ്പക്ക് നാളെ രക്തസാക്ഷിയാകാനുള്ള ഭാഗ്യം അല്ലാഹു കൊടുത്തേക്കും. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ ബാപ്പാനെ തടയണ്ട. ബാപ്പ നിങ്ങൾ പോകണോന്ന് പറയുമ്പോ എനിക്ക് കഴിയുന്നില്ല മോനെ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഒരു ഒഴിവ് കറയാൻ വന്നതല്ല. നമ്മൾ ആലോചിക്കണം. നിങ്ങൾ സമ്മേളനത്തിന്, നിങ്ങൾ പരിപാടിക്ക് വന്നത്, എനിക്ക് കഴിയുന്നില്ല മോനെ, നീ പോയിക്കോ എന്ന് പറയുമ്പോ ഉസ്താദിന്റെ അടുക്കൽ വന്നിട്ട്, ഉസ്താദെ മക്കള് വിടുന്നില്ല, എനിക്കാണെങ്കിൽ കഴിയുന്നില്ല ബസ്സിലിരിക്കാൻ വേണ്ടിട്ട് എന്ന് പറയാൻ വേണ്ടി വന്നതല്ല. എന്നെ കൂട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോ എന്നെ കൂട്ടാൻ വേണ്ടി സ്പെഷ്യൽ പാസ് തരണേ നബിയേ എന്ന് പറഞ്ഞിട്ട് യുദ്ധത്തിന് പോകാൻ മുത്തുനബിയോട് സമ്മതം ചോദിച്ചു വന്നതാണ് ഈ സ്വഹാബി. മുത്തായ തങ്ങളുടെ സ്പെഷ്യൽ പാസ് വാങ്ങിയിട്ടാണ് ഉഹദിലേക്ക് പോകുന്നത്. ഉഹദ് രണാങ്കണത്തിൽ മഹാനവറുകളെ കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല ഖുറൈശികൾ. കാരണം എന്താണ്? ഒരു കളവനായ, ഒരു പ്രായമുള്ള ഒരു മനുഷ്യനാണ്, കാലിന് മുടന്തുകൊണ്ട് കൊണ്ട് കാര്യമായി മെയിൻ ചെയ്തില്ല. ഓരോരത്തുകൂടി മഹാനവറുകൾ തന്റെ ദൗത്യം ഇങ്ങനെ നിർവഹിച്ച് കുറച്ചാളുകളൊക്കെ റെഡിയാക്കി മുന്നോട്ട് പോയപ്പോൾ അപകടം മണത്ത മുശ്രിക്കീങ്ങൾ കൂട്ടം കൂട്ടമായി മഹാനവറുകളെ ആക്രമിച്ചു. ശരീരത്തിൽ വെട്ടുകൊണ്ടു, കുന്തം കൊണ്ട് കുത്തുകൊണ്ടു, ധാരാളം മുറിവുകൾ പറ്റി ശരീരം ക്ഷീണിച്ചപ്പോൾ കൂട്ടമായവർ ആക്രമിക്കാൻ വരുമ്പോ ശരീരത്തിൽ നിന്ന് രക്തം പൊടിഞ്ഞും മുടന്തി ചാടി ചാടി പോരാടുന്നതിന്റെ ഇടയിൽ അംർ ഇബ്നുൽ ജമൂഹ് എന്ന ധീരനായ സ്വഹാബി വിളിച്ചു പറയുന്നു, മുശ്രിക്കുകളെ, ഇന്നി ലമുഷ്താഖുൻ ഇലൽ ജന്ന, ഇന്നി ലമുഷ്താഖുൻ ഇലൽ ജന്ന, നിശ്ചയം ഞാൻ സ്വർഗം ആശ വെച്ച് വന്നവനാണ്. ആശ വെച്ച സ്വർഗം അനുഭവിക്കാൻ അവസരം ലഭിക്കാതെ അംർ ഇബ്നുൽ ജമൂഹ് മദീനയിലേക്ക് മടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഉഹദ് യുദ്ധം കഴിഞ്ഞു. സയ്യിദു ശുഹദാ ഹംസത്തുൽ കറാർ തങ്ങളടക്കമുള്ള മഹാന്മാരുടെ ഷഹാദത്ത് കണ്ട പോരാട്ടം. ആ പോരാട്ടത്തിൽ ബാക്കിയുള്ള സ്വഹാബികളെയും കൂട്ടി പരിക്ക് പറ്റിയവരെയും വഫാത്തായവർ, ഷഹീദായവരെയൊക്കെ തങ്ങൾ ഇങ്ങനെ കാണുന്ന സമയത്ത് ഒരു സ്വഹാബിയുടെ ശരീരം അതാ കാല് മുതൽ തലവരെ നിലത്ത് മുട്ടുന്നില്ല. എണ്ണമറ്റ അമ്പ് തറച്ച കാരണത്താൽ ശരീരം മുഴുവനും പൊങ്ങി നിൽക്കാണ്. മഹാനായ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു ധീരമായ ഇടപെടലാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ, അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ അങ്ങനെയാണ്. ഏറ്റവും പ്രായമുള്ള ഒരാള് നിങ്ങൾ നോക്ക്, ബദറിൽ 313 സ്വഹാബികൾ അണിയണിയായി സഫായിട്ട് പോവാണ്. അതിന്റെ ഇടയിൽ ഒരു ചെറുപ്പക്കാരൻ, 16 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. ഉമൈർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആണ്. 16 വയസ്സ് പ്രായം, ചെറിയ മോൻ, SBS-ന്റെ പ്രായം. ആ കുട്ടി ഇങ്ങനെ മെല്ലെ മെല്ലെ ഒളിച്ചിങ്ങനെ നടക്കുമ്പോ ജ്യേഷ്ഠ സഹോദരനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പൊന്നുമോനോട്, അനുജനോട് ചോദിക്കുന്നു, മോനെ, എന്തിനാണ് നീ ഇങ്ങനെ പതുങ്ങി പതുങ്ങി പാത്ത് കളിക്കുന്നത്? എന്തിനാണ് നീ ഇങ്ങനെ വിളിച്ചു കളിക്കുന്നത്? ഇപ്പൊ ജ്യേഷ്ഠനോട് പറയുന്നിക്കാക്കാ, മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ കാണുകയും അയ്യസ്തസ്ഗറനി റസൂലുള്ളാഹ് ഫയറുദ്ദനി, മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ കണ്ടെത്തിയിട്ട് ഞാനൊരു പ്രായകാത്ത മോനല്ലേ, അക്കാരണം പറഞ്ഞ് തങ്ങൾ എന്നെ മടക്കിയേക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു. അന ഉഹിബ്ബുൽ ഖുറൂജ്,
ഞാൻ യുദ്ധത്തിന് ആശിച്ചു വന്നതാണ്, ഈ പോരാട്ടത്തിൽ ഈ ഖൈറായ പ്രവർത്തനത്തിനിറങ്ങിയതാണ്. പക്ഷെ എനിക്ക് പ്രായമാകാത്തതിനാൽ മുത്തായ തങ്ങൾ എന്നെ മാറ്റി നിർത്തും. അതുകൊണ്ട് അത് പേടിച്ചിട്ടാണ് തങ്ങളെ കണ്ണുപെടാതെ ഞാൻ ഇങ്ങനെ ഇടയിൽ ഒളിച്ചു കളിക്കുന്നത്. സുബ്ഹാന ജല്ല ജലാലു. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു. മഹാനായ ഉമൈർ ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചിട്ട് ഈ സഫ്ന്ന് പുറത്തേക്ക് അങ്ങ് നീക്കിയിട്ട് പറയുന്നു, മോൻ വരണ്ട, മോന് പ്രായമായിട്ടില്ല. ഈ പോരാട്ടം, ഈ പ്രവർത്തനം അപകടം പിടിച്ചതാണ്. അതുകൊണ്ട് പരിക്കു പറ്റും, ജീവൻ പോകും. അതുകൊണ്ട് മോൻ വരണ്ട. ബഹുമാനപ്പെട്ട ഉമൈർ തങ്ങളുടെ ആഗ്രഹം എന്താണ്? എന്റെ റബ്ബെനിക്ക് ഷഹാദത്തിന് അവസരം തന്നാലോ, അത് ആശിച്ചിട്ട് വന്നവരാണ് ബഹുമാനപ്പെട്ട ഉമൈർ ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു. പക്ഷേ ഹബീബായ തങ്ങൾ ഈ യുദ്ധക്കളത്തുനിന്ന് പുറത്തേക്ക് അങ്ങ് വലിച്ചെന്ന് നിർത്തിയപ്പോൾ, മാറ്റി നിർത്തിയപ്പോൾ, മഹാനായ ഉമൈർ ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിന്ന് വിതുമ്പി കരയുകയാണ്. നന്നായി അങ്ങ് കരഞ്ഞപ്പോൾ മനസ്സലിഞ്ഞ മുത്തുനബി, കരച്ചില് കാണാൻ കഴിയാത്ത മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമൈർ ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ ഈ സഫിൽ ഇടം കൊടുക്കുകയാണ്. നിങ്ങൾ ബദറിൽ പോയിട്ടുണ്ടോ? അല്ലാഹു തആല അവിടെ പോകാൻ ഭാഗ്യം നൽകട്ടെ. 14 സ്വഹാബികളുടെ പേരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഒരാള് മഹാനായ ഉമൈർ ബിൻ അബീ വഖാസ് തന്നെ. 16 വയസ്സുള്ള ഉമൈർ ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഷഹീദാണ്. ഞാൻ എന്തിനാണിത് പറഞ്ഞത്? മഹാന്മാരായ ബദറിലേക്കും ഉഹദിലേക്കൊക്കെ പോയ മഹാന്മാർ അവരുടെ ജീവിതം കൊണ്ട് വലിയ ഉത്സാഹം കാണിച്ചത് അള്ളാന്റെ പൊരുത്തത്തിനാണ്. ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. ശരീരം വിലക്ക് വാങ്ങിയിട്ട് സ്വർഗ്ഗം അല്ലാഹ് പകരം കൊടുത്തതാണ്. സമ്പത്ത് വിലക്ക് വാങ്ങിയിട്ട് സ്വർഗ്ഗം അല്ലാഹ് പകരം കൊടുത്തതാണ്. ആ മഹാന്മാര് നടന്ന, അവര് കടക്കണ സ്വർഗമാണ് നമ്മളും ആശിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട യുദ്ധം എന്താണ്? വാളും തോക്കും പീരങ്കിയൊന്നുമല്ല. നമ്മൾ ചെയ്യേണ്ടത് വനഹൻ നഫ്സ അനിൽ ഹവാ വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബി വനഹൻ നഫ്സ അനിൽ ഹവാ. അല്ലാഹുവിന്റെ ഖദർ അറിഞ്ഞ് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാം. ശരീരത്തിന്റെ ഇച്ഛകളോട് പോരടിക്കുക. കഴിയോ നമുക്ക്? അല്ലാഹു തആല നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഡിസംബറിന്റെ നല്ല തണുപ്പുണ്ട്. നമ്മളെ പള്ളിയുടെ പരിസരത്ത് വീടുകൾ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അൽഹംദുലില്ലാഹ്. അഹ്സനി ഉസ്താദിന് അല്ലാഹു തആല ആഫിയത്തും സന്തോഷവും ദീർഘായുസ്സും, പഠിക്കണ മുതഅല്ലിമീങ്ങൾ മറ്റു ഉസ്താദുമാർക്ക് എല്ലാം അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഒരുപാട് കാലം ഖിയാമത്ത് നാൾ വരെ മുറിയാത്ത ദർസുകളായി നമ്മളെ ദർസ് നിലനിർത്തി തരണേ അല്ലാഹ്. സുബഹിയുടെ ജമാഅത്തിന് നമ്മളെ പള്ളി നിറയാറുണ്ടോ? നമ്മള് താജുൽ ഉലമന്റെ മക്കളാണ്, നമ്മള് നൂറുൽ ഉലമയുടെ മക്കളാണ്, നമ്മൾ ഉസ്താദുമാരെ സ്നേഹിക്കുന്നവരാണ്. സുബഹിയുടെ സമയത്ത് നമ്മുടെ പള്ളി നിറയാറുണ്ടോ? പല പള്ളിയിൽ ജമാഅത്തിന് ആളുകൾ കാര്യമായി പങ്കെടുക്കാറുണ്ടോ? ഞാൻ സുബഹിന്ന് ചോദിച്ചത് ളുഹറിന്റെ സമയത്ത് ഉസ്താദെ മംഗലാപുരത്തിന്, അസറിന് ബസ്സിലായി പോയി, മഗ്രിബിന്റെ സമയത്ത് നാട്ടിലെത്തിയില്ല, ഇശായിന്റെ നാട്ടിലേക്ക് ഉണ്ടായില്ല മഹല്ലിൽ. സുബഹിക്ക് ഒരു പണിയുമില്ല, സുബഹിക്ക് ഉറക്ക് മാത്രം. അതുകൊണ്ടല്ലേ സുബഹിക്ക് മാത്രമല്ല സ്വലാത്തു ഖൈറു മിനൻ നൗം എന്ന് പറയുന്നല്ലേ. ഒരു നാട്ടില് മഹല്ലിൽ എല്ലാവരും ഉറങ്ങാണ് ഉച്ചക്ക്, എന്നാൽ അസ്സലാത്തു ഖൈറു മിനൻ നൗം അറിയോ? ഇല്ല. രാത്രി ഡ്യൂട്ടി എടുത്തിട്ട് പകൽ ഉറങ്ങാണ്. എന്നാ ളുഹറിന്റെ ബാങ്ക് കൊടുക്കുമ്പോ അസ്സലാത്തു ഖൈറു മിനൻ ഇല്ല. അത് സുബഹിക്ക് നിർണയിക്കപ്പെട്ടതാണ്. കാരണം ഉറക്ക് മാത്രമാണ് അവിടെ വിഷയം, വേറെ സംഗതിയില്ല. എല്ലാവരും ഉറങ്ങാണ്, വേറൊരു പണിയോ സുബഹിക്കില്ല. പക്ഷെ സുബഹിക്ക് പള്ളിയിലേക്ക് ആള് നിറയുന്നില്ല. അള്ളാഹു നമ്മളെ ഖൽബ് നന്നാക്കി തരട്ടെ. സുബഹിക്ക് പള്ളിയിലെത്തണം, നന്മകൾക്ക് മുൻപിലുണ്ടാകണം. പള്ളിയിൽ സുബഹിക്ക് എത്തിയിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഉസ്താദിന്റെ നസീഹത്തുണ്ടോ എന്ന് ഞാൻ അറിയില്ല, ഉണ്ടെങ്കിൽ 2 കലിമത്ത് കേട്ടിട്ട്, ഇല്ലെങ്കിൽ ദുആ കഴിഞ്ഞിട്ട് ഒന്ന് പെട്ടെന്ന് തന്നെ പള്ളിയിലെ ചുമരിൽ ആണെങ്കിൽ അൽമറിലൊക്കെ മുസ്ഹഫ് ഉണ്ടാവും. ആ മുസ്ഹഫ് ഒന്ന് എടുത്തിട്ട് ഒരു 2 പേജ്, ഒരു കടലാസ് ഒന്ന് ഓതി നോക്കാൻ ഒരാള് മെനക്കെട്ടാൽ ഓന്റെ ജീവിതത്തിൽ എന്തൊരു ബറക്കത്താണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഉസ്താദെ റമദാൻ മാസത്തിലല്ലേ,
റമദാൻ മാസത്തിൽ അങ്ങനത്തെ ഒരു പതിവ് ഉണ്ടായില്ല കുറച്ച് ദിവസം, പിന്നെ മെല്ലെ മെല്ലെ അത് കെട്ട് പോലെയാണ്. അള്ളാഹു തആല നമ്മളെ നന്നാക്കി തരട്ടെ. റജബ് വരാൻ പോവുകയാണ്. നമ്മൾ പള്ളികൾ സജീവമാക്കണം, പള്ളികൾ സജീവമാക്കണം. സുബഹി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സുബഹി ജമാഅത്തായി നിസ്കരിച്ചാൽ നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ, ഫർദ് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള നിസ്കാരം സ്വലവാത്തുൽ വുസ്താ, സ്വലാത്തുൽ വുസ്താ അസ്ർ നിസ്കാരമാണ്. ജമാഅത്ത് എന്ന അർത്ഥത്തിൽ ഏറ്റവും ബഹുമാനമുള്ള സുബഹിയുടെ ജമാഅത്താണ്. ആ സുബഹിയുടെ ജമാഅത്ത് മഗ്രിബാണ്. ജമാഅത്ത് ഏറ്റവും കുറച്ച കൂലി കിട്ടുന്ന, കുറച്ചെങ്കിലും ആള് പോലും മഗ്രിബിന്, മഗ്രിബ് നിസ്കാരത്തിന് കൂലി കുറവെന്ന് മോശാക്കിയല്ല. ജമാഅത്തിന്റെ കൂട്ടത്തിൽ കുറച്ച് കൂലി കുറവുള്ളത് ജമാഅത്ത് മഗ്രിബാണ്. നമ്മൾ കുറച്ചെങ്കിലും ആള് പോകല് മഗ്രിബിനാണ്. ഏറ്റവും കൂടുതൽ കൂടുതലിട്ടത് സുബഹിക്കാണ്. സുബഹിക്ക് നമ്മളാരും പള്ളിയിൽ പോകില്ല. അങ്ങനെ ആവരുത്. അല്ലാഹു തആല നമ്മളെ നന്നാക്കി തരട്ടെ. സുബഹിക്ക് പള്ളിയിലെത്തണം, അതൊരു വലിയ ബറക്കത്താണ്. ഒരു 2 റക്അത്തെങ്കിലും സുബഹിക്കും എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയണം. വസല്ലി ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. പാതിരാ സമയത്ത് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നന്മകൾക്കൊക്കെ നമ്മൾ മുന്നിൽ നിൽക്കണം. ടാക്സി ഓടിക്കുന്ന ഡ്രൈവർ 12 മണിക്ക് വന്ന് ഉറങ്ങിയതാണ്. 2 മണിയാകുമ്പോഴേക്കുണ്ട് വിളിക്കുന്നു. ആകെ 2 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്കുണ്ട് അടുത്ത ഓട്ടത്തിന് വിളിക്കുന്നു. ഒരു എഴുന്നേറ്റ് പോയി, എനിക്ക് അതൊന്നും പറയില്ല, എഴുന്നേറ്റ് പോവുകയാണ്. അവന്റെ ടാക്സി അവന്റെ ജീവനത്തിന്റെ ഉപജീവന മാർഗമാണ്. ടാക്സി ഓടിക്കുന്ന ഡ്രൈവർക്ക് പാതിരാ കുറക്കുണ്ടോ? അവൻ ഉറങ്ങി എണീറ്റിട്ട് പോയില്ലേ? എയർപോർട്ടിൽ പോകേണ്ടവൻ, ഗൾഫ് പോകേണ്ടവൻ 2 മണിക്ക് 3 മണിക്ക് ടിക്കറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ സുബഹിക്ക് ടിക്കറ്റ് ആണെങ്കിൽ 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലേ? അവന് ജലദോഷം ഉണ്ടോ? തണുപ്പുണ്ടോ? ഒന്നുമില്ല. പള്ളിയിൽ വരുന്നവന്, സുബഹി നിസ്കരിക്കുന്നവന് തണുപ്പ്, ജലദോഷം, സുനാമി. സുബ്ഹാന ജല്ല ജലാലു. അങ്ങനെ ആവരുത്. നമ്മളെ ഈമാൻ എപ്പോഴും ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും നന്മകളൊക്കെ ഭാഗ്യം നൽകിയ റബ്ബിന്, നിഅമത്തുകൾ ധാരാളം ചെയ്ത റബ്ബിന് ശുക്ർ ചെയ്യാൻ. അഖിമിസ് സ്വലാത്ത ലിദിക്രി. ഏറ്റവും വലിയ ദിക്ർ നിസ്കാരമാണ്. എന്നെ ഓർമ്മിക്കാൻ, എന്റെ ദിക്റിന് വേണ്ടി നിങ്ങൾ നിസ്കാരം നിലനിർത്തണേ. പരിശുദ്ധ ഖുർആനിൽ ബയ്യനല്ലാഹു അസ്സ വജൽ. അത് ബർക്കത്തിന് വേണ്ടി പറഞ്ഞതാ. 2 പ്രായമുള്ള ഉസ്താദുമാർ മാത്രമേ ഇനി ജവാബ് പറഞ്ഞുള്ളൂ. ഇത് പഴയ കാലത്ത് നമ്മൾ, എന്റെ ചെറുപ്പത്തിൽ വേലയേക്കാൻ വേണ്ടി പോകുമ്പോ ഉറൂസിന്റെ നമ്മുടെ നാട്ടില് വേല പറയുന്ന ഉസ്താദുമാർ ഇടക്കിടക്ക് ഖാലല്ലാഹു അസ്സ വജൽ എന്ന് പറയും. ഓർക്കേന്റെ ജവാബ് അറിയും, ജല്ല ജലാലു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു. അത് പണ്ട് പറയില്ല. അതിനാ പറയുന്നത് ഇബ്ലീസ് ഉറക്കെല്ലാം പോകാൻ വേണ്ടി. ഇബ്ലീസും പോവും ഉറക്കുമ്പോ. ഇപ്പം പിന്നെ നമ്മളെ കണക്കത്തോളം വേല പറയുന്നതുകൊണ്ട് അത് ഇടക്കിടക്ക് പറയില്ല. ഞാൻ ഒന്ന് പറഞ്ഞു നോക്കിയത് എങ്ങനെയുണ്ട്, ഒന്ന് പറഞ്ഞു നോക്കിയ. ജല്ല ജലാലു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു. പണ്ടുള്ള മഹാന്മാരുടെ വാദാണ് ശരിയായ വാദ്. ഈ ഉമ്മത്തിൽ ആദ്യത്തെ ഖതീബാരാണ് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. ഈ ഉമ്മത്തിലെ ആദ്യത്തെ ഖതീബ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ് ആദ്യത്തെ വാദ്. ആദ്യമായി അവ്വലു മൻ ജഹറ ബിൽ ഖുർആൻ. ഈ ഉമ്മത്തിൽ ആദ്യമായി പരസ്യമായി ഉറക്ക ഖുർആൻ ഓതിയ ആള് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ചെറുപ്പക്കാരായ കുട്ടികൾക്ക് നല്ല ആവേശം പോകണം. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്ത് തുടങ്ങിയ കാലഘട്ടം ശത്രുക്കൾ ഭയങ്കരമായ ആക്രമണം, പ്രയാസം. ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ അടുക്കൽ വന്നിട്ട് ഉറക്ക സൂറത്ത് ഓതി ഖുർആൻ ഓതിയപ്പോൾ ഇത് കേട്ടിട്ട് സഹിക്കാൻ കഴിയാത്ത അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി കേറി വന്നു ഒരൊറ്റ അടിയങ്ങടിച്ചു മുഖത്ത്. സുബ്ഹാന ജല്ല ജലാലു. പീറ്റത്തങ്ങണക്കത്തെ മനുഷ്യനാണ്, ഭയങ്കര പവറുള്ള ആരോഗ്യമുള്ള ആളാണ്, ചെറിയ കുട്ടിയാണ് ഇബ്നു മസ്ഊദ് തങ്ങള്. ഒരൊറ്റ അടിയങ്ങടിച്ചപ്പോ മുഖം പൊട്ടിയിട്ട് രക്തം വന്നുപോയി. തങ്ങളടുക്കൽ കരഞ്ഞുകൊണ്ടുവരുമ്പോൾ തങ്ങൾ ആശ്വസിപ്പിച്ചതാണ്. ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് പകരം വീട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം കൊടുത്തു. ബദർ യുദ്ധം നടക്കുമ്പോൾ അബൂജഹലിന് വെട്ടുകൊണ്ട് താഴെ വീണു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ അടുക്കലേക്ക് വന്നിട്ട് അബൂജഹൽ നെഞ്ചത്ത് കയറിയിരിക്കുകയാണ്. അപ്പൊ അബൂജഹൽ പറയാണ്, മോനെ എടാ, നിന്റെ വാളുകൊണ്ടൊന്നും മുറിച്ചാൽ ഞാൻ മുറിയില്ല, എന്റെ കത്തി എന്നെ എടുത്തോ, എന്റെ വാളെന്നെ എടുത്തോ. അങ്ങനെ പറഞ്ഞിട്ട്
അവസരം കൊടുത്തു. അല്ലാഹു ജല്ല ജലാൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചില നന്മകൾ തുടങ്ങാൻ ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇപ്പൊ നല്ല റാഹത്തിൽ ഓതി അതിന്റെ കൂലിയെല്ലാം ഇബ്നു മസ്ഊദ് തങ്ങളിലേക്ക് അങ്ങോട്ട് പോകും. ആദ്യമായിട്ട് പരസ്യമായിട്ട് ഖുർആൻ ഓതിയ ആള് ഇബ്നു മസ്ഊദ് തങ്ങളാണ്. ആദ്യമായി വഅദ് പറഞ്ഞ ആള് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അവരെ ബറക്കത്തുകൊണ്ട് ഈ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഓ സഹോദരങ്ങളെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. ഈ ജീവിതം എന്ന് പറയുന്നത്, ഇന്ന് ക്ലാസ് എടുക്കുന്ന പറഞ്ഞിട്ട് എങ്ങനെ വേല പറഞ്ഞത്, ഞാൻ ആ ക്ലാസ് എടുക്കുമ്പോ അവരോട് ഞാൻ പറഞ്ഞു, അവർ ലാസ്റ്റ് ഒരു ഡൗട്ട്, ഒരു സംശയം പറഞ്ഞു ഇങ്ങോട്ട്, അതും കൂടെ ഇങ്ങോട്ട് പറയാം. അപ്പൊ എനിക്കൊരു സമാധാനമായി. സംശയം ചോദിച്ചപ്പോ എന്നോട് ചോദിച്ചല്ല, എനിക്ക് തിരിയില്ലല്ലോ. ഈന്റെ നമ്മളെ മഴതലിൽ ഉസ്താദുണ്ടല്ലോ, ഇത് മൊഴിമാറ്റം നടത്തി കൊടുത്ത ആള് അവരെ ഭാഷയിൽ, മൂപ്പരോട് അവര് ചോദിക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങള് കാഴ്ചയില്ലാത്ത ആള് സ്വർഗത്തിൽ പോകുന്ന പോലെ സംസാരിക്കാൻ കഴിയാത്ത ആൾ, അവന് ഹിസാബ് പറയണ്ട, നിങ്ങളെ സ്വർഗത്തിലേക്ക് അള്ളാഹ് എത്തിക്കും. അപ്പൊ അവര് പറഞ്ഞെന്താ അറിയോ, അവരുടെ ഒരു ഈമാൻ നോക്കണം നിങ്ങള്. അവർ ഈ ഉസ്താദിനോട് പറയാണ്, ഉസ്താദേ സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് സ്വർഗത്ത് പോകുന്നല്ലേ പറഞ്ഞത്, പക്ഷെ നമ്മള് കൈ കൊണ്ട് കുറെ പണിയെടുക്കുന്നുണ്ട്, അപ്പൊ നമ്മളെങ്ങനെ സ്വർഗത്ത് പോവുക? മനസ്സിലായില്ല. ഞാൻ ആ ചോദ്യം ചോദിച്ചു എന്നതിന്റെ പുറമെ അവർക്ക് നമ്മൾ പറഞ്ഞ ആശയം മനസ്സിലായി എന്നത് ഒരു വലിയ സന്തോഷമുള്ള സംഗതിയല്ലേ. അതുകൊണ്ടാണല്ലോ ആ ചോദ്യം ലാസ്റ്റ് ക്ലാസ് എല്ലാം കഴിഞ്ഞ് നിർത്തിയപ്പോ ഈ ഉസ്താദിനോട് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അവരുടെ ഈമാനാണ്, അവരുടെ പേടി, അവരുടെ തഖ്വ, അവരുടെ ഭക്തി. സഹോദരിമാരുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്, നല്ല പൈസ കൊടുക്കണം. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. ഇല്ല, അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. അള്ളാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ, ഖൈർ കൊടുക്കണം റഹ്മാൻ, നല്ല സ്വതക്ക കൊടുക്കണം അള്ളാഹുവേ, നീ ഏറ്റെടുക്കണം റബ്ബേ, നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഈ സദസ്സ് നമ്മുടെ ജീവിതത്തിൽ അവസാന സദസ്സാക്കരുതേ അല്ലാഹ്. ഒരുപാട് നന്മകൾ മഹദിയായ സയ്യിദത്തുന ഖദീജത്തുൽ കുബ്ര ഈ ഉമ്മത്തിലെ ഏറ്റവും ഉന്നതിയിലുള്ള മഹദിയാണ്. മഹദിമാരുടെ സഹോദരിമാരുടെ സ്വതക്കയാണ് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ വിജയം തന്നെ. അല്ലാഹു തആല നമ്മളെ പെണ്ണുങ്ങൾക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ഈ ഉമ്മത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാരാണ്? അത് മഹദിയായ സുമയ്യ ബീവിയാണ്. അല്ലാഹ് മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിംഗം നടക്കുമ്പോ അബൂജഹലിന്റെയും ടീമിന്റെയും നേതൃത്വത്തില് 3 ആളുകളെ ചങ്ങലക്കിട്ടിട്ട് അതിശക്തമായി അടിക്കാണ്, പൊരിവെയിലത്ത് നിർത്തിയിട്ട്. യാസർ റളിയല്ലാഹു അൻഹു ആണ്, അവിടുത്തെ ഭാര്യ സുമയ്യ ബീവിയാണ്, അവരുടെ മകൻ അമ്മാർ ഇബ്നു യാസർ റളിയല്ലാഹു അൻഹു ആണ്. അടിമകളാണ് 3 പേരും. അതിശക്തമായി അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ആക്രമിക്കുകയാണ്. മുത്തുനബിയോടുള്ള ഇഷ്ടത്തിൽ നിന്ന് മാറാൻ വേണ്ടി പറയുകയാണ്. ഭൗതിക സാഹചര്യം വെച്ച് അള്ളാഹിന്റെ ഹബീബിന് ഇടപെടാൻ പറ്റുന്ന കാലമല്ല, എല്ലാവരും ആക്രമിക്കപ്പെടുന്ന കാലമാണ്. പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദൂരത്തുനിന്ന് കാണുമ്പോൾ തന്നെ തങ്ങളുടെ പ്രകാശമുള്ള വജ്ഹ് ഇങ്ങനെ കാണും. ബഹുമാനപ്പെട്ട യാസർ റളിയല്ലാഹു അൻഹു കുടുംബവും പ്രതീക്ഷയോടെ തങ്ങളെ ഇങ്ങനെ നോക്കുമ്പോ അടികൊള്ളുന്ന ബഹുമാനപ്പെട്ട യാസർ റളിയല്ലാഹു അൻഹുവിനെയും കുടുംബത്തെയും തങ്ങൾ വിളിക്കുകയാണ്, സബ്റൻ അലാ യാസർ, സബ്റൻ അലാ യാസർ, ഫഇന്ന മൗഇദകുമുൽ ജന്ന. ഫലസ്തീനിലെ മക്കൾ പറഞ്ഞതുപോലെ അല്ലാഹ് സ്വർഗം കിട്ടും മോനെ എന്ന് പറഞ്ഞില്ലേ? മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യാസറിന്റെ കുടുംബമേ ക്ഷമിക്കൂ, ഫഇന്ന മൗഇദകുമുൽ ജന്ന, നിശ്ചയം നിങ്ങളുടെ മടക്ക സ്ഥലം സ്വർഗമാണ് പറഞ്ഞ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി ധാരാളം അടിച്ചു. അവസാനം സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ സ്വകാര്യ അവയവത്തിലേക്ക് അബൂജഹൽ എന്ന വൃത്തികെട്ട മനുഷ്യൻ അയാളുടെ ഇരുമ്പ് കമ്പി അടിച്ചു കയറ്റിയിട്ടാണ് കൊന്നുകളഞ്ഞത്. സുബ്ഹാന ജല്ല ജലാലു. പച്ച മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഇരുമ്പ് കമ്പി കയറ്റിയിട്ടാണ് കൊന്നുകളഞ്ഞത്. ഈ ഉമ്മത്തിലെ ആദ്യത്തെ ഷഹീദ് മഹദിയാണ്. ആ സമയത്ത് കൊല ചെയ്യപ്പെടുമ്പോ അതിശക്തമായി വേദന ശരീരത്തിൽ അരിച്ചങ്ങും മരണത്തിന്റെ വേദനയുള്ള സമയത്ത് അബൂജഹൽ അടക്കമുള്ള മുശ്രിക്കീങ്ങളോട് മഹദിയായ സുമയ്യ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്ക്, വഇൻ തഖ്തുലൂനി വലം അകുൻ ബിഉശ്രീക ബിർറഹ്മാനി
മിൻ ഖീഫത്തിൽ ഖത്ലി, നിങ്ങൾക്ക് കൊല്ലാം. ജീവൻ പോകുന്നവരല്ലേ ദുനിയാവിലെ ആക്രമണങ്ങളും കൊലപാതകങ്ങളും ഷർറുകളൊക്കെ ഉണ്ടാകുള്ളൂ. നിങ്ങൾ കൊല്ലുന്നത് പേടിച്ചിട്ട് എന്റെ റബ്ബ് റഹ്മാനായ റബ്ബിന് ഞങ്ങൾ ശിർക്ക് ചെയ്യൂല. കൽബിൽ കത്തിച്ചു വെക്കപ്പെട്ടിരിക്കുന്ന വിളക്ക് കെടുത്തി കളയൂല. ഈമാനിന്റെ പ്രഭ ചോരുന്നതൊന്നും നാവുന്ന് വരൂല. അങ്ങനെ പറഞ്ഞിട്ട് ഷഹാദത്തിനെ തെരഞ്ഞെടുത്ത മഹദിയാണ് മഹദിയായ സുമയ്യ ബീബി റളിയല്ലാഹു അൻഹാ. ആ സുമയ്യ ബീബി പോണ സ്വർഗത്തിൽ എന്നല്ലേ നമുക്കും പോകേണ്ടത്. അല്ലാഹുവേ, സ്വർഗത്തിലാ ആ മഹദിയായ സുമയ്യ ബീവിക്ക് എന്തെങ്കിലും ഒരു ഖുദ്മത്ത് ചെയ്യാൻ ഞങ്ങളെ കുടുംബത്തിലുള്ള ഉമ്മമാര്, ഭാര്യമാര്, പെങ്ങന്മാര് ഈ കെമ്മറ മുഹിയുദ്ദീൻ പള്ളിയുടെ ചുറ്റുഭാഗത്ത് അല്ലാ നിന്റെ ദീന് കേൾക്കാൻ വന്ന ഉമ്മമാർക്ക്, സഹോദരിമാർക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. സഹോദരങ്ങളെ, മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിലേക്ക് തന്നെ പോകാം. അവിടുത്തെ ആണ്ടിന്റെ മാസമാണ്. മഹാനായ സിദ്ദീഖുൽ അക്ബർ ഭയങ്കരമായി ഈ ഉമ്മത്തിലെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടാത്ത, താഴ്ത്തിക്കെട്ടാൻ കഴിയാത്ത കമാലിയത്തുള്ള ഈമാനാണ് മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ആ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എല്ലാ വിഷയത്തിലും മഹാനവർകൾ മുന്നിലാണ്. എവിടെയും മുന്നിലാണ്. ഒരു ദിവസം പരിശുദ്ധമായ കഅബാലയത്തിന്റെ അടുത്തൂടെ നടന്നു വരുമ്പോ കഅബാലയത്തിന്റെ അടുക്കൽ ഭയങ്കരമായ ബഹളം കേൾക്കുന്നു. ചെറുപ്പക്കാരുടെ അട്ടഹാസം കേൾക്കുന്നു. സുബ്ഹാനല്ലാഹ്, പോയി നോക്കിയപ്പോൾ മഹാനായ സയ്യിദുനാ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെ മുശ്രിക്കീങ്ങൾ ചങ്ങലക്കിട്ട് വലിച്ചു കൊണ്ടുവന്ന് ജബൽ അബീ ഖുബൈസിന്റെ അടിവാരത്തിലൂടെ സഫാ മർവക്കടയിലൂടെ വലിച്ചു കഅബാലയത്തിന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് അടിക്കുകയാണ്. ഉമയ്യത്തും കിങ്കരന്മാരും ബിലാൽ തങ്ങളോട് പറയുന്നു, ബിലാലേ, നിന്റെ ആശയത്തുനിന്ന് മാറിയാൽ, അല്ലാഹു ഏകനാണെന്ന ആശയത്തുനിന്ന് മാറിയാൽ ഈ ബന്ധനത്തിന്ന് മാത്രമല്ല നിനക്ക് അടിമത്തത്തിന്ന് വരെ മോചനം തരാം. ആരും വീണു പോകുന്ന ഓഫറാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചുണ്ടിലേക്ക് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നോക്കി. ആ മഹാനായ ബിലാൽ തങ്ങളുടെ പ്രത്യേകത വഹുവ അന്ദാസൗത്ത്, വാങ്കിന്റെ ഹദീസ് പറയുന്നിടത്ത് മുത്തായ തങ്ങൾ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖും ബിലാൽ, ബിലാൽ തങ്ങളെ കൂടെ നിന്നിട്ട് ബിലാലിന് മെല്ലെ പറഞ്ഞു കൊടുക്കൂ, ബിലാൽ ഉച്ചത്തിൽ വിളിക്കട്ടെ. ബിലാൽ വല്ലാത്ത ശബ്ദഭംഗിയുള്ള ആളാണ്. മദീനയിൽ മൈക്രോഫോണിന്റെ സഹായമില്ലാതെ 8 കിലോമീറ്റർ ചുറ്റളവിൽ കേൾക്കുന്ന ശബ്ദമാണ് ബിലാൽ തങ്ങളുടെ ബാങ്ക്. സുബ്ഹാന ജല്ല ജലാലു. ആ ബിലാൽ തങ്ങളുടെ പ്രൗഢിയുള്ള ഘനമുള്ള വശ്യതയുള്ള ശബ്ദത്തിൽ അടിയിങ്ങനെ കൊള്ളുമ്പോഴും ബിലാൽ തങ്ങൾ പറയുന്നു, അഹദ് 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 അല്ലാഹ്, അല്ലാഹു ഏകനാണ് എന്ന് പറഞ്ഞിട്ട് ബിലാൽ തങ്ങൾ പറഞ്ഞപ്പോ സിദ്ദീഖ് തങ്ങളെ കൽബും നിറഞ്ഞു, കണ്ണും നിറഞ്ഞു പോയി. പിന്നെയും ചാട്ടവാറ് പൊക്കിയിട്ട് അടിക്കാൻ നോക്കുന്ന ഉമയ്യത്തിന്റെ കയ്യിലേക്ക് കയറിപ്പിടിച്ചു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തങ്ങൾ ചോദിക്കുന്നു, ഉമയ്യത്തെ, നീ ബിലാലിനെ വിൽക്കുമോ? വിൽക്കാം. എത്രയാണ് വേണ്ടത്? അന്ന് വരെ മക്കയിൽ ഒരു അടിമക്കും പറയാത്ത വില പറയാണ്. 1 ദിർഹം കുറയോ എന്ന് ചോദിക്കാതെ പറഞ്ഞ വില മുഴുവനും എണ്ണിക്കൊടുത്തിട്ട് ബിലാൽ തങ്ങളെ വിലയ്ക്ക് വാങ്ങുകയാണ്. കഅബന്റെ മുമ്പെന്ന് വാങ്ങുകയാണ്. എല്ലാവരോടും പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ആക്രമിക്കപ്പെടുന്ന സമയം തന്നെയാണ്. പക്ഷേ സ്വതന്ത്രനായതുകൊണ്ടും മക്കയിലെ വലിയ പ്രമുഖനായതുകൊണ്ടും ചില കാവലും സുരക്ഷയുമുണ്ട്. അതുകൊണ്ടാണ് ആക്രമിക്കപ്പെടാത്തത് ആ സമയത്ത്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നെഞ്ചത്ത് പാറ കയറ്റി വെക്കപ്പെട്ടിരിക്കുന്ന മഹാനായ ബിലാൽ തങ്ങളുടെ നെഞ്ചത്തുള്ള പാറക്കെട്ടെടുത്ത് താഴെ വെച്ചു. കൈകാലുകളിലുള്ള കെട്ടുകൾ അഴിച്ചു കൊടുത്തു. തന്റെ മേൽമുണ്ടെടുത്തിട്ട് ബിലാൽ തങ്ങളുടെ ശരീരത്തിലുള്ള രക്തവും പൊടിയൊക്കെ റെഡിയാക്കി കൊടുത്തു. പുതിയ യജമാനന്റെ മുമ്പിൽ ഭവ്യതയോടെ നിൽക്കാണ് പുതിയ മുതലാളി, പുതിയ സയ്യിദ്. അത് അബൂബക്കർ തങ്ങളായ സന്തോഷത്തിൽ ബിലാൽ തങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് മുമ്പിൽ. ആ സമയത്ത് ബിലാൽ തങ്ങളോട് കഅബാലയത്തിന്റെ മുമ്പിൽ നിന്ന് ഈ ഉമ്മത്തിലെ ഒന്നാമൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നു, ബിലാലേ, നീ എന്നെ യജമാനനായി കാണണ്ട, നീ എന്റെ അനുജനാണ്.
നീ എന്റെ അടിമയല്ല, നീ എന്റെ അനുജനാണ്. നമുക്കിടയിൽ ഖുവ്വത്തുൽ ഇസ്ലാമിന്റെ ബന്ധം മതി, അടിമ ഉടമ ബന്ധം വേണ്ട. നിന്നെ ഞാൻ ഈ കഅബാലയത്തിന്റെ മുമ്പിൽ നിന്ന് സ്വതന്ത്രനാക്കുന്നു. ഉമ്മത്തിനെ സ്നേഹിച്ചു മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. മുത്തായ തങ്ങളെ സ്നേഹിച്ചു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഏത് വിഷയത്തിലും മുൻപിലാണ്. രണ്ടാമനായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ ആലോചിച്ചു, എപ്പോ ചോദിച്ചാലും സിദ്ദീഖ് തങ്ങളാണ് അവൽ, എപ്പോ സദഖ ചോദിച്ചാലും സിദ്ദീഖ് തങ്ങളാണ്. അതുകൊണ്ട് ഇനി ഞാൻ തങ്ങളോട് എന്തെങ്കിലും സദഖ ചോദിക്കുകയാണെങ്കിൽ കൂടുതൽ കൊടുത്തിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ഞാൻ പിന്നിലാക്കുമെന്ന് കൽബിന്റെ ഉള്ളിൽ ചിന്ത വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഅദ് പറഞ്ഞിട്ടൊരു സദഖ ചോദിച്ചു, നല്ല പിരിവ് തരണമെന്ന് പറഞ്ഞു. അത് അന്നേ ഉള്ളതാണ്, ഇന്ന് മാത്രമല്ല അന്നേ ഉള്ളതാണ്. വഅദ് പറഞ്ഞാൽ പിരിക്കും. സുന്നത്ത് ജമാഅത്തിന്റെയും സ്വഹാബികളുടെയും അടയാളമാണ്, മുത്തുനബിന്റെ മാതൃകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സദഖ ചോദിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ഒന്ന് തോൽപ്പിക്കണം, ഒന്നാമനാകണം, സദഖയിൽ ഒന്നാമനാകണമെന്നാണ് കേട്ടോ. പവറിൽ ഒന്നാമനാകാൻ കഴിയൂല എന്ന് ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾക്കറിയാം. സദഖയിൽ ഒന്ന് പൊട്ടിക്കണം. അങ്ങനെ നല്ല വാശിയോടെയാണ് വീട്ടിൽ പോയത്. നല്ല സ്വത്തുണ്ട്, അതുകൊണ്ട് നേരെ പകുതി. അങ്ങനെ തന്നെ 1 ലക്ഷം ഉണ്ടെങ്കിൽ 50,000, 10 ലക്ഷം ഉണ്ടെങ്കിൽ 5 ലക്ഷം, 1 കോടി ഉണ്ടെങ്കിൽ 50 ലക്ഷം, നേരെ പകുതി കൊണ്ടുവരികയാണ് ഇലാ ഹളറത്തി റസൂലില്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നല്ല പവറുള്ള സദഖ കൊടുത്തിട്ട് തങ്ങൾ ചോദിക്കുന്നു, മാ ബഖൈത ലിഅഹ്ലിക യാ ഉമർ, ഉമറേ വീട്ടിലെന്താണ് ബാക്കിയുള്ളത്? ഇത്രയും ഇനി ബാക്കിയുണ്ട് നബിയേ എന്ന് പറഞ്ഞാൽ ഉള്ളതിന് നേരെ പകുതി തന്നിട്ടുണ്ട് നബിയേ. നല്ല ഉഷാറിലിങ്ങനെ നിൽക്കുകയാണ്, നല്ലോണം കൊടുത്തിട്ടുണ്ടല്ലോ. സ്വഹാബികളെല്ലാവരും വന്ന് കൊടുക്കുകയാണ്. പക്ഷേ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പള്ളിന്റെ മൂലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. തങ്ങൾ ചോദിക്കുന്ന, അബൂബക്കറെ നിങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ലേ? മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു താഴ്മയോടെ തലതാഴ്ത്തി കൊണ്ടുവന്നു. കയ്യിൽ കുറച്ച് ഈത്തപ്പഴങ്ങളുണ്ട്, ചുരുട്ടിപ്പിടിച്ച പേപ്പറിൽ ചെറിയ ഒരു പൊതിയിൽ ഈത്തപ്പഴമുണ്ട്. ആ ഈത്തപ്പഴം വളരെ താഴ്മയോടെ സങ്കടത്തോടെ മുത്തായ തങ്ങളെ കയ്യിൽ വെച്ചു കൊടുക്കുകയാണ്. ഉമർ റളിയല്ലാഹുവിന്റെ കൽബിൽ ഇടപൊട്ടുന്ന ഒരു സന്തോഷമുള്ള സമയമായിരിക്കുമല്ലോ അത്. കാരണം അബൂബക്കർ തങ്ങൾ വളരെ കുറച്ചേ കൊടുക്കുന്നുള്ളൂ, ഞാൻ ധാരാളം കൊടുത്തിട്ടുണ്ട്. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം, മാ ബഖൈത ലിഅഹ്ലിക യാ അബൂബക്കർ, അബൂബക്കറെ വീട്ടുകാർക്ക് ഇനി എന്താണ് ബാക്കിയുള്ളത്? അപ്പോൾ കണ്ണ് നിറഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മറുപടി, അബ്ഖൈതു ലഹുമുല്ലാഹ വറസൂല, അബ്ഖൈതു ലഹുമുല്ലാഹ വറസൂല, അബ്ഖൈതു ലഹുമുല്ലാഹ വറസൂല. എന്റെ വീട്ടിൽ അല്ലാഹുവും അവന്റെ റസൂലും മാത്രം ബാക്കിയുണ്ട് നബിയേ. റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയില്ല, ഖിയാമത്ത് നാൾ വരെ ഈ അബൂബക്കറിനെ തോൽപ്പിക്കാൻ കഴിയില്ലട്ടോ. ഖിയാമത്ത് നാൾ വരെ കഴിയൂല. ഒന്നാമൻ അവ്വലു മൻ ആമന ബി അബൂബക്കർ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദുആക്ക് അല്ലാഹു ഇജാബത്ത് നൽകട്ടെ. താജുൽ ഉലമയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് ഖബൂലിയത്ത് നൽകട്ടെ. താജുൽ ഉലമ നടന്ന വഴിയിൽ, നൂറുൽ ഉലമയുടെ വഴിയിൽ, മശായിഖുമാരുടെ വഴിയിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനം സജീവമാക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരോട്, മോമിനീങ്ങളോട്, മുസ്ലിം ജമാഅത്തിന്റെ, SYSന്റെ, SSFന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഓരോന്നോരോന്ന് വരുമ്പോ വളരെ എല്ലാം മുന്നിലുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. എല്ലാവരും എഴുന്നേൽക്കൂല. ഇലാഹ ഇല്ലല്ലാഹു ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അഹ്മദുല്ലാഹൽ വലി സ്വല്ല അലാ ഖൈരിൻ നബി ബിസ്മി ഖൈരി മുൻജലിയാ سيدي خير النبي توبة طلبت منك يا شفيع المذنبين ثوب طاهر
عن سواك سيدي خير النبي جل لا إله إلا الله. ഇരിക്കും. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അല്ലാഹു നമ്മളെ ഏറ്റെടുക്കട്ടെ. മഹാന്മാരുടെ ജീവിത വഴിയിൽ ജീവിച്ചു മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. മശായിഖുമാർ താജുൽ ഉലമയുടെ, നൂറുൽ ഉലമയുടെ, ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമ, ബഹുമാനപ്പെട്ട താജുൽ ഫുഖഹാ, താജുൽ ശരീഅ, നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരുടെ ദറജ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് നബറല്ലാഹു ദരീഹഹു വനഫഅനാ ബിഹി ആമീൻ. മഹാന്മാര് ഉസ്താദുമാരൊക്കെ ആദരിക്കപ്പെടുന്ന ശംസുൽ ഉലമ ബഹുമാനപ്പെട്ട ഇ.കെ. ഉസ്താദ്, അല്ലാഹു തആല അവിടുത്തെ ദറജയേറ്റി കൊടുക്കട്ടെ. എന്റെ ഉസ്താദ് കാടാച്ചിറ ഉസ്താദാണ്. ഉസ്താദിന്റെ നേരെ ഉസ്താദ് കണ്ണിയത്ത് ഉസ്താദാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും ആ മശായിഖുമാരിലേക്ക് ഫാത്തിഹ ഓതാതെ നമ്മൾ കണ്ണടക്കൂല. അല്ലാഹു തആല മരിക്കുന്നത് വരെ ഭാഗ്യം നൽകട്ടെ. അല്ലാഹു മരിക്കുന്നവരെ ഭാഗ്യം നൽകട്ടെ. അപ്പൊ നമ്മുടെ ഉസ്താദുമാര്, അത് ഇ.കെ. ഉസ്താദായാലും കണ്ണിയത്ത് ഉസ്താദായാലും നമ്മളെല്ലാ ഉസ്താദുമാരും അവരൊക്കെ സുന്നത്ത് ജമാഅത്ത് എന്ന ഒരു വലിയ ആശയം നമ്മുടെ മുന്നിൽ വരച്ചു കാട്ടിയവരാണ്. അവരുടെയൊക്കെ ദറജ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. വലിയ സന്തോഷം അല്ലാഹു തആല ബർസഖ് ജീവിതത്തിൽ നൽകട്ടെ. അവരൊക്കെ നടന്ന വഴിയിൽ സഞ്ചരിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ സംസാരം